പറയട്ടെ. എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന എല്ലാ സഹോദരിമാർക്കും നന്ദി പറയുന്നു. പ്രത്യേകിച്ചും നമ്മൾ വചനത്തിൽ പറയുന്നത് പോലെ ബലഹീനതയിൽ അവൻ്റെ ശക്തി പ്രകടമാകുന്നു എന്നുള്ള വചനം പലപ്പോഴും എൻ്റെ ജീവിതത്തിൽ ദൈവം അതിങ്ങനെ കാണിച്ചു തന്നുകൊണ്ടേയിരിക്കുകയാണ്. എപ്പോൾ എനിക്കൊരു മെസ്സേജ് പറയേണ്ടി വരുമ്പോഴും എന്തെങ്കിലും ഒരു ശാരീരിക അസ്വസ്ഥതയുണ്ടാവും. ഇന്നിപ്പോൾ നിങ്ങൾ എന്നെ കേൾക്കുന്നത് എൻ്റെ ഒറിജിനൽ സൗണ്ടിലല്ല, ഒരടച്ച സൗണ്ടിലാണ്. 2 ദിവസമായിട്ട് വയ്യായിരുന്നു. ഈ ഒരു മണിക്കൂർ ദൈവം എന്നിലൂടെ പറയാൻ ആഗ്രഹിക്കുന്ന എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് കേൾക്കേണ്ടതുപോലെ കേൾക്കാൻ തക്ക എല്ലാ കൃപയും തന്ന് അനുഗ്രഹിക്കുന്നതിന് പ്രാർത്ഥനയോടെ തന്നെ എല്ലാവരും ഇരിക്കണമെന്ന് അപേക്ഷിക്കുന്നു. നിങ്ങളെല്ലാവരും നമുക്കറിയാം അല്ലേ എന്താണ് നമ്മൾ കേൾക്കാൻ പോകുന്ന വചനത്തിൻ്റെ തീം എന്താണെന്നറിയാം. ഇംഗ്ലീഷിൽ ഇങ്ങനെ ഒരു ചൊല്ലുണ്ട്, ആസ് ദ വുമൺ ഗോസ് ദ വേൾഡ് ഗോസ്. സ്ത്രീ എങ്ങനെ പോകുന്നുവോ അങ്ങനെയാണ് ലോകം പോകുന്നത്. നമ്മുടെ ഫസ്റ്റ് പ്രധാനമന്ത്രിയായിരുന്ന ജവഹർലാൽ നെഹ്റു ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്, വെൻ യു എഡ്യൂക്കേറ്റ് എ മാൻ യു എഡ്യൂക്കേറ്റ് ദ പേഴ്സൺ, ബട്ട് വെൻ യു എഡ്യൂക്കേറ്റ് എ വുമൺ യു എഡ്യൂക്കേറ്റ് ദ നേഷൻ. എന്താണ് അതിൻ്റെ അർത്ഥം? നമ്മൾ ഒരു വ്യക്തിക്ക് ഒരു പുരുഷന് വിദ്യാഭ്യാസം കൊടുക്കുമ്പോൾ നമ്മൾ ആ വ്യക്തിക്കാണ് വിദ്യാഭ്യാസം കൊടുക്കുന്നത്. എങ്കിൽ ഒരു സ്ത്രീയെ നമ്മൾ പഠിപ്പിക്കുമ്പോൾ അത് ഒരു ദേശത്തിന് നന്മയായിട്ട് തീരുന്നു. അപ്പം ഇതിലൊക്കെ ലോകപ്രകാരം ചിന്തിക്കുന്നവർക്ക് തന്നെ മനസ്സിലാകുന്നുണ്ട്, ഒരു ദേശത്തിൻ്റെ നന്മ, ഒരു കുടുംബത്തിൻ്റെ നന്മ അത് സ്ത്രീയുടെ കൈകളിലാണ് ഇരിക്കുന്നത്. അപ്പോൾ സ്ത്രീയുടെ പ്രാധാന്യം, സ്ത്രീയുടെ പ്രസക്തിയൊക്കെ വളരെയാണ്. അതുകൊണ്ട് തന്നെയാണല്ലോ നമുക്ക് വേണ്ടിയിട്ട് ഇങ്ങനെ ഒരു ക്യാമ്പ് സഹോദരന്മാർ മുൻകൈ എടുത്ത് ക്രമീകരിച്ചിരിക്കുന്നത് അല്ലേ. ക്യാമ്പ് മാത്രമല്ല, ഇപ്പോൾ വന്ന് പ്രീമറൈറ്റൽ കോഴ്സുണ്ട്. ഇപ്പം ഞാൻ അറിഞ്ഞത് പ്രീ എൻഗേജ്മെൻറ്റ് ട്രെയിനിങ് അല്ലെങ്കിൽ കൗൺസിലിംഗ് വരെ ഉണ്ടെന്നാണ്. പ്രീ എൻഗേജ്മെൻറ്റ്, അതായത് ഒരു എൻഗേജ്മെൻറ്റ് ഫിക്സ് ചെയ്യുന്നതിന് മുന്നേ തന്നെ കൗൺസിൽ ചെയ്ത് ആ ഒരു പുരുഷനെയും സ്ത്രീയെയും ഒരുക്കുന്നു എന്നുള്ളത് ആ ഒരു ലെവലിലേക്ക് നമ്മുടെ സഭാ നേതൃത്വമൊക്കെ ചിന്തിക്കുന്നുണ്ട്. അപ്പോൾ അത്ര പ്രാധാന്യമുള്ള ഒരു കാര്യമാണ് കുടുംബം എന്നുള്ളത് നമുക്കെല്ലാം അറിയാം. അപ്പോൾ നമ്മൾ ചിന്തിക്കുമ്പോൾ ലോകപ്രകാരം പ്രാധാന്യമാണെന്ന് എല്ലാവരും തിരിച്ചറിയുന്നു. അതോടൊപ്പം നമുക്ക് ദൈവജനത്തിലേക്ക് നോക്കിയാൽ അത് തന്നെയാണ് നമ്മൾ കാണുന്നത് അല്ലേ. അപ്പോൾ നമ്മൾ ഉൽപ്പത്തിയിൽ തന്നെ കാണുന്ന ഒരു കാര്യം, മനുഷ്യൻ്റെ സൃഷ്ടിയോട് ബന്ധപ്പെട്ട് ദൈവം ആദമിനെ സൃഷ്ടിച്ചു. ശരി, തൻ്റെ ഛായയിലും സാദൃശ്യത്തിലുമൊക്കെ ദൈവം ആദമിനെ സൃഷ്ടിച്ചു. അങ്ങനെ മനുഷ്യൻ്റെ സൃഷ്ടി ദൈവം നടത്തി. പക്ഷേ പിന്നീട് ദൈവം ഹവ്വയെ സൃഷ്ടിച്ചു. എന്തിനാണ് ദൈവം ഹവ്വയെ സൃഷ്ടിച്ചത്? ദൈവം അവിടെ പുതിയൊരു പദ്ധതിക്ക് രൂപം കൊടുക്കുകയായിരുന്നു അല്ലേ. കുടുംബത്തെ സ്ഥാപിക്കാനാണ് ദൈവം ഹവ്വയെ സൃഷ്ടിച്ചത്. കുടുംബത്തെ സ്ഥാപിക്കുന്നത് വഴി ദൈവം ഭാവി തലമുറകളെ അങ്ങനെ മുന്നേ കണ്ടുകൊണ്ടാണ് ഹവ്വയെ അവിടെ സൃഷ്ടിച്ചത്. അപ്പോൾ ആ ഹവ്വയെ എത്ര പ്രത്യേകതകളുള്ളവളായിട്ടായിരിക്കാം, അല്ലെങ്കിൽ എന്തെല്ലാം പ്രതീക്ഷകളോടെ ആയിരിക്കാം കർത്താവ് സൃഷ്ടിച്ചത്. അപ്പോൾ നമ്മൾ ഈ കുടുംബത്തെ പണിയുന്നവൾ എന്നുള്ളൊരു ഭാഗം ചിന്തിക്കുമ്പോൾ അതിൻ്റെ പ്രാധാന്യം മനസ്സിലാക്കണം, അതിൻ്റെ പ്രസക്തി മനസ്സിലാക്കണം. കാരണം അത് ദൈവഹിതപ്രകാരമുള്ളൊരു കാര്യമാണ്. നമുക്ക് വളരെ ഉത്തരവാദിത്വവും വളരെ പ്രസക്തിയും ഒക്കെ നമ്മൾക്ക് കൂടുതൽ മനസ്സിലാക്കി തരുന്ന ഒരു വിഷയമാണ് സ്ത്രീ കുടുംബം പണിയുന്നവൾ എന്നുള്ളത്. നമുക്കൊരു വേദഭാഗം ആദ്യം തുടക്കത്തിൽ വായിക്കാം. സദൃശ്യവാക്യങ്ങൾ 14:1. സ്ത്രീകളിൽ ജ്ഞാനമുള്ളവൾ തൻ്റെ വീട് പണിയുന്നു, ഭോഷത്വമുള്ളവളോ അത് സ്വന്തം കൈകളാൽ പൊളിച്ചു കളയുന്നു. ഒറ്റ വായനയിൽ തന്നെ നമുക്ക് ഒരു വലിയ സ്കോപ്പും അതുപോലെ വലിയൊരു മുന്നറിയിപ്പും തരുന്നൊരു വാക്യമായിട്ടാണ് ഇതിരിക്കുന്നത്. എന്താ അത്? അതായത് ഒരു സ്ത്രീക്ക് വീട് പണിയാനും പറ്റും, പൊളിച്ചു കളയാനും പറ്റും. അപ്പം വീട് പണിയുക, അത് നമ്മൾ ഭൗതികമായി ചിന്തിക്കുമ്പോൾ നമുക്കറിയാം എത്ര ശ്രദ്ധയോടെയും അല്ലേ പ്ലാനോടെയൊക്കെ ചെയ്യേണ്ട കാര്യമാണിത്. മാത്രമല്ല, ഒരു നല്ല വീടിന് ഒരു നല്ല ഇൻവെസ്റ്റ്മെൻറ്റ് ആവശ്യമുണ്ട്, നല്ലൊരു മുതൽക്കൂട്ട് ആവശ്യമുണ്ട്. എത്ര പേരുടെ അധ്വാനം കൂടി ചേരുമ്പോഴാണ് ഒരു വീട് യാഥാർത്ഥ്യമാകുന്നത്. ഒരു പുരുഷൻ വിചാരിച്ചാൽ അവൻ ആവശ്യത്തിന് സമ്പത്തുണ്ടെങ്കിൽ, നല്ലൊരു ആർക്കിടെക്റ്റിനെ കിട്ടിയാൽ, നല്ലൊരു ടീം ഓഫ് ആൾക്കാരെ കിട്ടിയാൽ നല്ലൊരു കെട്ടിടം പണിയാൻ പറ്റും. പക്ഷേ അതൊരു വീടായി മാറുന്നത് അവിടെ ഒരു സ്ത്രീ കൂടി ചേരുമ്പോഴാണെന്ന് നമ്മൾ തിരിച്ചറിയുകയാണല്ലേ. അപ്പോൾ സ്ത്രീയുടെ റോളെന്ന് പറയുന്നത് ഒരു കുടുംബത്തിൽ ഭാര്യയെന്ന് മാത്രമല്ല, ഭാര്യയായി, അമ്മയായി, മകളായി, മരുമകളായി, അമ്മായിയമ്മയായി, സഹോദരിയായി, അങ്ങനെ പല റോളിലാണ് നമ്മളൊരു കുടുംബത്തിലായിരിക്കുന്നത്. അപ്പോൾ ഈ റോളുകളെല്ലാം ഉണ്ട് ഇതിനകത്ത്. പക്ഷെ നമ്മുടെ ചുരുക്കമായ സമയത്തിലുള്ള എനിക്ക് ആ റോളിലേക്ക് ഒന്നും പോകാൻ പറ്റില്ല. നമുക്ക് സാധാരണ ഓരോന്നിനും ഓരോരോ ക്ലാസ്സുകളൊക്കെ വെക്കുന്നതാണ്.
ഈ ഒരു വലിയ വിഷയം ഒരു കൊച്ചു സമയത്തിനുള്ളിൽ ചെറിയ രീതിയിലൊന്ന് അവതരിപ്പിക്കുക എന്നാണ് ഞാൻ ചിന്തിക്കുന്നത്. അപ്പം നമുക്ക് ചിന്തിക്കാം, നമുക്ക് ഓരോരുത്തർക്കും നമ്മളെപ്പറ്റി ചിന്തിക്കാം. ഞാൻ എൻ്റെ ഭവനത്തെ പണിതുകൊണ്ടിരിക്കുകയാണോ അതോ പൊളിച്ചു കളഞ്ഞുകൊണ്ടിരിക്കുകയാണോ? നമ്മൾ ചിന്തിക്കണ്ടേ? നമ്മളെങ്ങനെയങ്ങ് പോയിക്കൊണ്ടിരിക്കുകയാണ്, പക്ഷെ നമ്മൾ ഇടയ്ക്കൊന്ന് സ്റ്റോപ്പ് ചെയ്ത് നമുക്ക് ചിന്തിക്കാം. നമ്മൾ ഏത് വർക്കിലാണ് ഏർപ്പെട്ടുകൊണ്ടിരിക്കുന്നത്? പൊളിച്ചിലാണോ ബിൽഡിങ്ങിലാണോ എന്നുള്ളത് നമുക്ക് നോക്കാം. അപ്പം നമുക്ക് ഈ ഒരു സമയം നമ്മൾ കേൾക്കുന്ന വചനഭാഗങ്ങൾ ചിന്തിക്കുമ്പോൾ നമ്മളെ തന്നെ ഒന്ന് വിലയിരുത്താനും എന്തെങ്കിലും കുറവുകൾ നമുക്കുണ്ടെങ്കിൽ അതിനെ ഓവർകം ചെയ്ത് മുന്നോട്ട് പോകാനും ദൈവം നമ്മളെ സഹായിക്കട്ടെ. അപ്പോൾ സദൃശവാക്യം 14:1 നമ്മൾ കണ്ടത് എന്താണ്? ജ്ഞാനമുള്ളവൾ തൻ്റെ വീട് പണിയുന്നു. എന്താണ് ജ്ഞാനം? ഡെഫിനീഷൻ നമുക്കറിയാം. എന്താണ് ജ്ഞാനം? അതിനും അടുത്ത ദൈവവചനം ഉണ്ട്. ഏതാണ്? സദൃശവാക്യം 1:7. യഹോവഭക്തി ജ്ഞാനത്തിൻ്റെ ആരംഭമാകുന്നു. അപ്പോൾ യഹോവഭക്തിയുള്ള ഒരാൾ, ദൈവഭയമുള്ള ഒരാൾക്കാണ് വീട് പണിയാൻ വേണ്ടി പറ്റുന്നതെന്ന് വചനം പറയുന്നു. പിന്നെ നമുക്ക് മറ്റൊരു വാക്യം കാണാം, സദൃശവാക്യം 14:6. പരിഹാസി ജ്ഞാനം അന്വേഷിച്ചിട്ടും കണ്ടെത്തുന്നില്ല, വിവേകമുള്ളവനോ പരിജ്ഞാനം എളുപ്പം. അപ്പോൾ ഈ ജ്ഞാനം എല്ലാവർക്കും ഒന്നും കിട്ടത്തില്ല എന്നാണ് ഇവിടെ പറയുന്നത്. മത്തായിയുടെ സുവിശേഷം 25:1-12 വരെ നമ്മൾ വായിക്കുന്നത് 10 കന്യകമാരുടെ ഉപമയാണ് നമ്മളവിടെ കാണുന്നത്. നമുക്ക് എല്ലാവർക്കും അറിയാമല്ലേ, 10 കന്യകമാർ, വിളക്കേന്തിയ കന്യകമാർ, നമ്മളൊക്കെ അറിയാം. അതിനകത്ത് 5 പേരെ നമ്മൾ കാണുന്നത് അവർ ബുദ്ധിയുള്ള കന്യകമാർ എന്നാണ്. എന്തുകൊണ്ടാണ് അവരെപ്പറ്റി അങ്ങനെ പറയുന്നത്? അവർക്കൊരു ലക്ഷ്യമുണ്ടായിരുന്നു, അവർക്ക് ഒരു ഒരുക്കമുണ്ടായിരുന്നു. അപ്പോൾ അതും ഒരു പ്രധാനപ്പെട്ട കാര്യമായിട്ട് നമുക്ക് ചിന്തിക്കാം. എന്നാലേ നമുക്ക് ബുദ്ധിയുണ്ടെന്ന് പറയാൻ പറ്റുള്ളൂ. പിന്നെ മത്തായി 7:24-27 വരെ നമ്മൾ കാണുന്നത് ഒരു വീട് പണിയെപ്പറ്റി തന്നെ നമ്മളവിടെ കാണുന്നുണ്ട്. അവിടെ ബുദ്ധിയുള്ളവനെ പറ്റി പറയുന്നു. പാറമേൽ അടിസ്ഥാനമിട്ട് വീട് പണിതു, അത് കാറ്റിനെയും മഴയെയും വെള്ളപ്പൊക്കത്തെയൊക്കെ അതിജീവിച്ചതായിട്ട് പറയുന്നു. എന്നിട്ട് അതിൻ്റെ എക്സ്പ്ലനേഷൻ കൊടുത്തിരിക്കുന്നത് ഇങ്ങനെയാണ്: ദൈവവചനം കേട്ട് ചെയ്യുന്നവനാണ് ബുദ്ധിയുള്ളവൻ. അപ്പോൾ നമ്മൾ ഈ കണ്ട കുറച്ച് ദൈവവചന ഭാഗത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാകുന്നത്, ജ്ഞാനത്തോടെ പണിയണം, വിവേകത്തോടെ പണിയണം, ദൈവഭയത്തോടെ, ദൈവവചനം അനുസരിച്ച്, നല്ല ലക്ഷ്യങ്ങൾ മുൻനിർത്തി പ്ലാനിങ് നടത്തി അതിനുള്ള ഒരുക്കങ്ങൾ ചെയ്ത് നടത്തേണ്ട ഒരു ഉത്തരവാദിത്വമാണ് ദൈവം സ്ത്രീയെ ഏൽപ്പിച്ചിരിക്കുന്നത്. അങ്ങനെ ചെയ്യുമ്പോഴാണ് അതൊരു ബിൽഡിംഗ് വർക്കായിട്ട് മാറുന്നത്. ഇനി എന്താണ് ഭോഷത്വം? ഭോഷത്വമായവൾ തൻ്റെ വീടിനെ പൊളിക്കുന്നു എന്ന് പറയുന്നു അല്ലേ? സങ്കീർത്തനം 53:1 നമ്മൾ വായിക്കുന്നു, ദൈവമില്ല എന്ന് മൂഢൻ തൻ്റെ ഹൃദയത്തിൽ പറയുന്നു. ദൈവമില്ല എന്ന് കരുതിയാൽ പിന്നെ എന്താ പ്രശ്നം? തനിക്കിഷ്ടമുള്ള പോലെയൊക്കെ ജീവിക്കാം, എങ്ങനെയും ജീവിക്കാം, ആരെയും പേടിക്കാനില്ല. അതല്ലേ നമ്മളിന്ന് കണ്ടുകൊണ്ടിരിക്കുന്നത് അല്ലേ? ലൂക്കോസ് 12:20 നമ്മൾ കാണുന്നത്, സമ്പത്ത് കൂട്ടിവെച്ച് തിന്നുക, കുടിക്കുക, ആനന്ദിക്കുക എന്ന് പ്ലാൻ ചെയ്യുന്ന മനുഷ്യനെ ദൈവം വിളിച്ചിരിക്കുന്നതും മൂഢ എന്നാണ്. അപ്പം അതും ഒരു ഭോഷത്വമാണ് അവിടെ കാണുന്നത്. അപ്പോൾ ഈ ലോകത്തിൽ കാണുന്നതും അനുഭവിക്കുന്നതും ഒക്കെയാണ് എല്ലാം, മറ്റൊന്നും ഇല്ലയെന്ന് ചിന്തിച്ചാൽ അത് ഭോഷത്വമാണ്. കന്യകമാരുടെ ഉപമയിലേക്ക് തിരിച്ചു വന്നാൽ വിളക്കിൽ എണ്ണ കരുതാത്ത 5 പേരുണ്ടല്ലേ? അപ്പോൾ അവരെ വിശേഷിപ്പിച്ചിരിക്കുന്നത് ബുദ്ധിയില്ലാത്തവർ എന്നാണ്. എന്ന് പറഞ്ഞാൽ അവർക്ക് കരുതലില്ല, പ്ലാനില്ല, ഒരുക്കമില്ല. മണലിന്മേൽ വീട് പണിതതിനെ പറ്റി ചിന്തിച്ചാലോ, ഒരു ചെറിയ കാറ്റോ കോളോ വന്നപ്പോഴതെല്ലാം തകർന്നു പോയി. കാരണം അവൻ ദൈവവചനം കേട്ടിരിക്കാം, പക്ഷെ അത് പ്രമാണിച്ചിട്ടില്ല. ദൈവവചനം കേട്ട് പ്രമാണിച്ചാൽ അത് പാറമേലായിരുന്നേനെ. അപ്പം അങ്ങനെ ദൈവവചനം കേട്ടിട്ട് പ്രമാണിക്കാത്തവരെയും ദൈവവചനം പറയുന്നത് ബുദ്ധിയില്ലാത്തവർ എന്നാണ്. അപ്പം നമ്മൾ പറഞ്ഞ കാര്യങ്ങളെല്ലാം ഒന്ന് നമുക്ക് ചിന്തിച്ച് നോക്കാം. അപ്പം ഭോഷത്വം എന്ന് പറഞ്ഞാൽ ദൈവമില്ല എന്ന് വിചാരിക്കുന്നത് ഭോഷത്വമാണ്. എന്നിട്ട് സ്വന്തം ഇഷ്ടപ്രകാരം നമ്മൾ ജീവിച്ചു പോകും. അപ്പോൾ പിന്നെ ഈ ലോക സുഖങ്ങളിൽ മാത്രം മുഴുകി ജീവിക്കുന്നത്, ശരിയായ പ്ലാനിങ്ങും കരുതലും ഇല്ലാതെ ജീവിക്കുന്നത്, ദൈവവചനം കേട്ടിട്ടും അനുസരിക്കാതിരിക്കുന്നത്, ഇതൊക്കെയാണ് ഭോഷത്വം. നമുക്ക് നമ്മളെ തന്നെ ഇടയ്ക്ക് ചിന്തിച്ചുകൊണ്ടും കൂടി ഇരിക്കാം കേട്ടോ, ഇതിലേതെങ്കിലും ഒക്കെ ആസ്പെക്റ്റ് നമ്മൾ ചിന്തിക്കേണ്ടതുണ്ടോ എന്ന്. അപ്പോൾ നമ്മൾ ഇന്ന് ജീവിക്കുന്ന ഈ ലോകത്തെപ്പറ്റി നോക്കുമ്പോൾ ഈ ഭോഷത്തിൻ്റെ വിവിധങ്ങളായ വശങ്ങൾ അതിൻ്റെ ഏറ്റവും ഉച്ചസ്ഥായിയിലാണ്. ദൈവമില്ല എന്ന് എങ്ങനെയൊക്കെ പഠിപ്പിക്കാമോ അങ്ങനെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ലോകത്തിൽ നമ്മൾ ജീവിക്കുന്നു. വക്രതയും കോട്ടവുമുള്ള തലമുറ എന്ന് കർത്താവ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഇന്ന് ഏറ്റവും അത് യോജിച്ചിരിക്കുകയാണ്. അതുപോലെ നിന്ദ്യമായതിനെ മാന്യമായി കരുതുന്ന ഒരു തലമുറയാണത്. നമ്മൾ ബൈബിളിൽ വളരെ നിന്ദ്യമെന്ന് കരുതുന്ന സ്വവർഗഭോഗം അല്ലെങ്കിൽ അങ്ങനെയുള്ള വിവാഹങ്ങളൊക്കെ ഇന്ന് വളരെ ലീഗലാണല്ലേ?
ഇന്ന് സർക്കാരുകൾ വരെ അതിന് സപ്പോർട്ട് ചെയ്യണം. അങ്ങനെയൊന്നും ഉള്ളവരെ നമ്മൾ കളിയാക്കുകയോ ഒന്നും ചെയ്യാൻ പാടില്ലെന്ന് പറയുന്നത്. മാന്യമാണെന്നാണ് പറയുന്നത്. നിന്ദ്യമായതിനെ മാന്യമായിട്ട് കരുതുന്ന തലമുറയാണ്. ഓരോരുത്തരും തനിക്ക് ബോധിച്ചതുപോലെ നടക്കാൻ സ്വാതന്ത്ര്യം നൽകുന്ന ഒരു തലമുറ. കുടുംബത്തിൻ്റെ നിർവചനങ്ങളെല്ലാം മാറ്റിമറിച്ചിരിക്കുന്നു. സ്ത്രീയും പുരുഷനും വിവാഹം കഴിച്ച് ഒരു പുതിയ ഭവനം തുടങ്ങണം എന്ന് എല്ലാ മതങ്ങളിലും മതമില്ലാത്തവർ പോലും ചിന്തിക്കുന്നിടത്ത് വിവാഹ ഉടമ്പടിയേ വേണ്ട, ലിവിങ് ടുഗദർ. നിങ്ങൾക്കെല്ലാം അറിയാമായിരിക്കും അല്ലേ? നമുക്കിഷ്ടം തോന്നിയാൽ നമുക്ക് ഒരുമിച്ച് താമസിക്കാം. എന്താ അതിൽ പ്രശ്നം? ആർക്കാണ് പ്രശ്നം? ഇനി കുറച്ച് നാൾ താമസിച്ചിട്ട് ഓക്കെ എന്ന് തോന്നുവാണെങ്കിൽ വേണമെങ്കിൽ ഒന്ന് കല്യാണം കഴിച്ചേക്കാം, ലീഗലാക്കിയേക്കാം എന്ന് ചിന്തിക്കുന്നവരാണ് ഇന്നത്തെ തലമുറയിലുള്ളത്. പക്ഷേ അതിൻ്റെയൊക്കെ ആഫ്റ്റർ എഫക്റ്റ് എത്ര ഭയങ്കരമാണെന്ന് നമ്മൾ പത്രത്തിൽ കാണുന്നുണ്ട്. കഴിഞ്ഞ 2-3 മാസത്തിനുള്ളിൽ തന്നെ 2-3 വാർത്തകൾ വന്നു ലിവിങ് ടുഗദറുകാരുടെ ആഫ്റ്റർ എഫക്റ്റ്. നമ്മുടെ മലയാളികളാണ് ബാംഗ്ലൂരും ബോംബെയിലും ഒക്കെ പോയി കൊല്ലപ്പെട്ട അവസ്ഥ. കൂടുതൽ വാർത്ത വായിക്കുമ്പോഴാണ് മനസ്സിലാവുന്ന ലിവിങ് ടുഗദർ ആയിരുന്നു. എന്തോ ഇഷ്യൂ വന്നു, കൊന്നു, കുഴിച്ചു മൂടുകയല്ല ചെയ്ത്, കൊന്ന് കഷ്ണമാക്കി ഫ്രിഡ്ജിൽ വെച്ചു എന്നാണ് കേട്ടത്. ഇങ്ങനെയൊക്കെയാണ് എന്തെല്ലാം ഭീകരമായ കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുക. ദൈവമില്ല അല്ലേ? ബോധിച്ചതുപോലെ നടക്കുകയാണ്. അപ്പോഴും നമ്മൾ സ്വവർഗ വിവാഹങ്ങളെപ്പറ്റി നമ്മൾ കേൾക്കുന്നു. റോമക്കാർക്ക് ഇത് ലേഖനത്തിൽ ഏറ്റവും മ്ലേച്ഛമായെന്ന് നിന്ദ്യമായെന്ന് ദൈവവചനം അത്രയ്ക്ക് പച്ചയ്ക്ക് പറയുന്ന കാര്യമാണ്. ആണിന് ആണോട് അവലക്ഷണം അല്ലേ? ഇന്നിപ്പം സ്ത്രീ പുരുഷനല്ല, പുരുഷൻ പുരുഷനെ വിവാഹം കഴിക്കുന്നു. സോദോം ഗൊമോറ നശിപ്പിക്കാനിടയായത് ഈ ഒരു വലിയ പാപം കൊണ്ടാണ് നമുക്കറിയാം. പക്ഷേ ഇന്നത് മാന്യമാണ്. അപ്പോൾ ഇതെല്ലാം കണ്ടും കേട്ടും തന്നെയല്ല, ഈ കുത്തഴിഞ്ഞ കുടുംബജീവിതങ്ങൾ കണ്ടും ഈവൻ നമ്മൾ വിശ്വാസികളെന്ന് പറയുന്നവരുടെ പോലും ജീവിത അവസ്ഥകൾ കണ്ടും ഇന്നത്തെ കൊച്ചുകുട്ടികൾ അല്ലെങ്കിൽ യുവതലമുറ ചിന്തിക്കുന്ന എന്താണ്? ഒരുപാട് കുട്ടികൾ ചിന്തിക്കുന്ന വിവാഹമേ വേണ്ട എന്ന, കന്യാസ്ത്രീയായി ജീവിക്കാനുള്ള ആഗ്രഹം കൊണ്ടല്ല, എന്തിനിങ്ങനെ ഒരെണ്ണത്തിൽ പോയി ചാടുന്നു അല്ലേ? എന്തിന് ചാടുന്നു? എന്തിനാ ഒരു ബന്ധനത്തിൽ പോകുന്നു? അതിലും ഭേദം ഇങ്ങനെ അങ്ങ് ജീവിക്കുന്നതാണ്. ഇത് ഞാൻ വെറുതെ പറയുകയല്ല, എനിക്ക് തന്നെ അനുഭവത്തിൽ പലരിനോട് പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്. നമ്മുടെ കുട്ടികൾ എന്ന് പറഞ്ഞാൽ നമ്മുടെ സഭകളിൽ കൂടി വളർന്ന കുട്ടികൾ കല്യാണം സെക്കൻഡറി എന്ന് ചിന്തിക്കുന്ന കുട്ടികളുണ്ട്. അപ്പോൾ ഈ കുടുംബത്തെ പണിയുക എന്നുള്ള കർത്താവിൻ്റെ ആഗ്രഹം അതെങ്ങനെ സാധിക്കും? നമ്മുടെ ഒരു കുഞ്ഞുങ്ങൾ പോലും, സഭയിലൂടെ വളർന്ന കുഞ്ഞുങ്ങൾ പ്രത്യേകിച്ചും, അങ്ങനെ ഒരു നിഷേധാത്മകമായ ചിന്തയിലേക്ക് പോകാൻ ഒരിക്കലും പാടില്ല. അതിന് നമുക്ക് ഓരോരുത്തർക്കും ഉത്തരവാദിത്വം ഉണ്ടെന്നാണ് ഞാൻ ചിന്തിക്കുന്നത്. ഓൾറെഡി കുടുംബസ്ഥരായവർക്ക് ആ ഉത്തരവാദിത്വം ഒന്നുകൂടി കൂടുതലുണ്ടെന്ന് നമുക്ക് ചിന്തിക്കാം. അപ്പം നമുക്കിനി ഒരു വേദഭാഗം കുറച്ച് വിശദമായിട്ട് പഠിക്കാം. കാരണം നമുക്കിപ്പോൾ ഒരു കാര്യം പഠിപ്പിക്കണമെങ്കിൽ പലതരം മാതൃകകൾ എടുക്കാം. നമ്മുടെ ജീവിതത്തിൽ നിന്ന് പറയാം, അത് ഞാൻ എടുക്കുന്നില്ല. അല്ലെങ്കിൽ നമുക്ക് നമ്മൾക്ക് അറിയാവുന്ന മറ്റുള്ളവരുടെ ജീവിതത്തിൽ നിന്ന് പറയാം. അതൊക്കെ നല്ലതാണ്, നമ്മളതൊക്കെ കാണുക, അതൊക്കെ നമ്മൾ ഫോളോ ചെയ്യുക. ബൈബിളിൽ നിന്ന് നമുക്കൊരു കഥാപാത്രങ്ങളെ എടുക്കാം. പക്ഷെ അങ്ങനെ നോക്കുമ്പം കംപ്ലീറ്റ് ഓക്കെ ആയിരിക്കുന്ന, പെർഫെക്റ്റ് ആയിരിക്കുന്ന ഒരു ഫാമിലിയെ കാണിച്ചു തരാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല. പക്ഷേ ഏറ്റവും എളുപ്പം, അല്ലെങ്കിൽ ദൈവവചനം അതുകൊണ്ട് പെർഫെക്റ്റായിട്ട് ആരും ഇല്ലയെന്ന് അറിയാവുന്നതുകൊണ്ടാണോ എന്നറിയില്ല, ദൈവവചനത്തിൽ വളരെ ശ്രേഷ്ഠയായിട്ടുള്ളൊരു സ്ത്രീയെപ്പറ്റി വിശദമായി പറഞ്ഞിട്ടുണ്ട്. അത് അത്രയും ശ്രേഷ്ഠയായതുകൊണ്ട് ഇതിനുള്ളിൽ തന്നെ, ഈ ക്യാമ്പിൽ തന്നെ ആ വ്യക്തിയെപ്പറ്റി പലതവണ പലരും പറയുകയും ചെയ്തു. നിങ്ങൾക്ക് ക്ലൂ കിട്ടിയല്ലോ അല്ലേ? ഏതാണ്? സദൃശ്യവാക്യങ്ങൾ 31:10 മുതൽ ഉള്ള വാക്യങ്ങൾ. നമുക്കത് എല്ലാവരും ഒന്ന് പറ്റുമെങ്കിൽ ബൈബിൾ എടുക്കാം. കാരണം ഞാൻ ഒരുമിച്ച് അങ്ങ് വായിക്കുകയല്ല, ഇടയ്ക്കിടയ്ക്ക് ഓരോ വാക്യങ്ങൾ പറയുമ്പോൾ നമുക്കത് ശ്രദ്ധിച്ചു പോകാം. നമുക്കെല്ലാം അറിയാവുന്നത് തന്നെയാണ്, നമ്മൾ ഒരിക്കൽ കൂടി ഒന്ന് ചിന്തിക്കുന്നതേ ഉള്ളൂ. ആദ്യത്തെ വാക്യം, 10ാമത്തെ വാക്യം, സാമർഥ്യമുള്ള ഭാര്യയെ ആർക്ക് കിട്ടും? അവളുടെ വില മുത്തുകളിലും ഏറും. ഇവിടെ സാമർഥ്യം എന്ന് കേൾക്കുമ്പോൾ ശരിക്കും മലയാളത്തിൽ കേൾക്കുമ്പോൾ അവളൊരു സാമർഥ്യം ഉള്ളവളാ എന്ന് പറഞ്ഞാൽ നല്ല അർത്ഥമാണോ? തോന്നില്ല അതങ്ങനെ നല്ല അർത്ഥത്തിലാണ് പറയുന്നതെന്ന്. പക്ഷേ ഇംഗ്ലീഷിൽ അതിൽ പറയുന്നത് വെർച്വസ് വുമൺ എന്നാണ്. വെർച്വസ് വുമൺ, സദ്ഗുണസമ്പന്നയായ സ്ത്രീ എന്നാണ് അതിൻ്റെ അർത്ഥം. വെർട്ടസ് എന്നൊരു ലാറ്റിൻ വേർഡിൽ നിന്നാണ് ഈ വാക്കുണ്ടായത്. വെർട്ടസ് എന്നുള്ള വേർഡിൻ്റെ അർത്ഥം എക്സലൻറ്റ്, നോബിൾ എന്നൊക്കെയാണ്. അപ്പോൾ ശ്രേഷ്ഠയായ, മാന്യയായ, സദ്ഗുണസമ്പന്നയായ എന്നാണ് അതിൻ്റെ അർത്ഥം വരുന്നത്. അപ്പോൾ ഈ ഒരു ഭാഗത്തു നിന്ന് 10 മുതൽ 31 വരെയുള്ള ഭാഗത്ത് നമുക്ക് അനുകരിക്കാവുന്ന പല മാതൃകാ ഗുണങ്ങളും ഉണ്ട്. ഒന്നാമത് ടോട്ടലായിട്ട് പറഞ്ഞാൽ നമുക്ക് പറയാം, കുടുംബത്തിന് വേണ്ടി സമർപ്പിക്കപ്പെട്ട ഒരു സ്ത്രീയാണ് നമ്മളിവിടെ കാണുന്നത്. അപ്പോൾ എന്തുകൊണ്ടൊക്കെയാണ് അത് പറയുന്നത് നമുക്ക് നോക്കാം. ഒന്നാമത് ഞാനിതിൽ ചൂണ്ടിക്കാണിക്കാൻ ഉദ്ദേശിക്കുന്ന പോയിൻ്റ് കഠിനാധ്വാനം ചെയ്യുന്നു എന്നുള്ളതാണ്. കഠിനാധ്വാനം ചെയ്യുന്നു.
നമുക്കറിയാം വീട് പണിയണമെങ്കിൽ നല്ല അധ്വാനം വേണം അല്ലേ? ഒരു ടെൻറ്റ് കെട്ടാനും വലിയ അധ്വാനമൊന്നും വേണ്ട, 4 കാലിൽ ഒരു ഷീറ്റ് വലിച്ചിട്ടാലും കിടക്കാം, വളരെ ഈസിയിൽ നടക്കും. പക്ഷേ ഒരു വീടെന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിൽ അതല്ല, വളരെ കെട്ടുറപ്പുള്ള അല്ലേ, നമുക്ക് വേണ്ട പ്രൊട്ടക്ഷനൊക്കെ തരുന്ന, നമുക്ക് ആവശ്യത്തിന് സ്പേസുള്ള അങ്ങനെയൊക്കെയുള്ളൊരു സ്ഥലമാണ് നമ്മൾ വീടെന്ന് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതിനൊരു അധ്വാനം വേണം. അപ്പം കഠിനാധ്വാനം എന്നുള്ളൊരു പോയിൻ്റുണ്ട്. നമുക്ക് 15ാമത്തെ വാക്യം വായിക്കാം. കഠിനാധ്വാനത്തിൻ്റെ ഓരോ ആസ്പെക്റ്റാണ്. നന്നേ രാവിലെ എണീറ്റ് എന്ന് നമ്മളവിടെ വായിക്കുന്നു. നന്നേ രാവിലെ എണീറ്റ്. 18ാമത്തെ വാക്യത്തിൽ അവളുടെ വിളക്ക് രാത്രിയിൽ കെട്ടുപോകുന്നതുമില്ല. പിന്നെ ഇതിനിടയ്ക്ക് 13ാമത്തെ വാക്യത്തിൽ താല്പര്യത്തോടെ കൈകൊണ്ട് വേല ചെയ്യുന്നു. വീട്ടിലായിരിക്കുന്ന അല്ലെങ്കിൽ വീട്ടിൽ ഒരു കുടുംബിനിയായിരിക്കുന്ന ഏതൊരു സ്ത്രീക്കും എനിക്ക് വീട്ടിൽ ജോലിയൊന്നും ഇല്ലയെന്ന് പറയാൻ പറ്റുമോ? നമ്മുടെ ജോലി ഒഴിഞ്ഞിട്ട് നമുക്ക് നേരമില്ലെന്നുള്ളതേ ഉള്ളൂ അല്ലേ? ധാരാളം ജോലികളാണ്. നന്നേ രാവിലെ എണീക്കേണ്ടി വരും, വളരെ താമസിച്ച് കിടക്കേണ്ടി വരും, കൈകൊണ്ട് ജോലി ചെയ്യുന്നത് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഇവിടെ നമ്മൾ മെയിനായിട്ട് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് നമ്മുടെ ആറ്റിറ്റ്യൂഡ് എന്താണ്, നമ്മുടെ മനോഭാവം എന്താണ്, വീട്ടിലെ ജോലികൾ നമ്മളെ ഭാരപ്പെടുത്തുന്നുണ്ടോ? പലപ്പോഴും നമ്മളിങ്ങനെ ചിന്തിച്ചു പോകും, ഞാൻ മാത്രമേ ഉള്ളൂ ഇതെല്ലാം ചെയ്യാൻ, ആരും കാണുന്നില്ല, അവരവിടെ നേരത്തെ സൗകര്യം പറഞ്ഞ പോലെ അവിടെ ഇരുന്നുകൊണ്ട് മൊബൈൽ നോക്കുന്നു, അങ്ങനെ ഓരോ കാര്യങ്ങൾ അവർ ചെയ്യുന്നു, നമ്മളിങ്ങനെ ജോലി ചെയ്തുകൊണ്ടേ ഇരിക്കുകയാണെന്ന് പറഞ്ഞ് പതിയെ നമ്മൾ കർത്താവിന് ഇഷ്ടമില്ലാത്തൊരു പാപം ചെയ്തുകൊണ്ടേ ജോലി ചെയ്യും. ഏത് പാപമാണ്? പിറുപിറുത്തല്ലേ? പിറുപിറുത്തോണ്ട് നമ്മളങ്ങനെ ജോലി ചെയ്തുകൊണ്ടിരിക്കും. പക്ഷെ സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ ജോലി ചെയ്യാനുള്ള ജോലിയൊക്കെ നമ്മൾ ചെയ്യുകയും ചെയ്യും, ദൈവസന്നിധിയിൽ അതിന് യാതൊരു പ്രതിഫലവും ഇല്ല, കാരണം പിറുപിറുപ്പല്ലേ. അപ്പം ഇത് പക്ഷേ അങ്ങ് മാറ്റിവെക്കാൻ വലിയ പാടാണെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇപ്പോൾ നമ്മുടെ അനുഭവത്തിൽ നിന്നാണ് ഞാൻ പറയുന്നത്. നമുക്ക് പിറുപിറുപ്പുണ്ടാവും, കുറച്ചുകൂടെ കഴിഞ്ഞാൽ നമ്മൾ അതൊരു പൊട്ടിത്തെറിയായിട്ടൊക്കെ ചിലപ്പോൾ മാറിയെന്ന് വരും. അത് കഴിയുമ്പോൾ ആ പൊട്ടിത്തെറി കഴിയുമ്പോൾ ആ കുടുംബത്തിലെ അന്തരീക്ഷം എന്തോ ആയിരിക്കും അല്ലേ? ഞാൻ കുറേ നാൾ മുന്നേ ഒരു പുസ്തകം വായിച്ചത് ഇപ്പോഴും എൻ്റെ മനസ്സിലുണ്ട്. അതിനകത്തൊരു കഥാപാത്രം, പുസ്തകം എന്ന് പറഞ്ഞാൽ അതൊരു ഒരു ബയോഗ്രഫി പോലെയാണ്. ഒരു ദൈവിക വേലയിലുള്ള ഒരു കുടുംബത്തെ പറ്റിയാണ്. അപ്പോൾ അവിടുത്തെ സഹോദരി വളരെ ദൈവഭക്തിയായ സ്ത്രീയാണ്. മെർലിൻ എന്നാണെന്ന് തോന്നുന്നു പേര്. പുള്ളിക്കാരി എല്ലാ കാര്യങ്ങളും നന്നായിട്ട് ചെയ്യും. പുള്ളിക്കാരി വളരെ അടുക്കും ചിട്ടയോടെ കാര്യങ്ങൾ ചെയ്യുന്ന വ്യക്തിയാണ്. പക്ഷേ വീട്ടിലെ ഹസ്ബൻഡും മക്കൾക്കും അത് തൊട്ട് തീണ്ടിയിട്ടില്ല. അവർ ഡ്രസ്സ് വലിച്ച് അവിടെ ഇടും. ഏറ്റവും പുള്ളിക്കാരിക്ക് ബുദ്ധിമുട്ട് തോന്നുന്നത് പുറത്തുനിന്ന് വന്നാൽ ഷൂ ഒരിടത്ത്, സോക്സ് ഒരിടത്ത്, ഇങ്ങനെ അങ്ങ് വലിച്ചെറിയുവാണ്. അപ്പോൾ ഓരോ പ്രാവശ്യം ഇതെടുത്ത് അത് ഇടേണ്ട അടുത്ത് കൊണ്ടേ വെക്കുമ്പോൾ പുള്ളിക്കാരി ഇങ്ങനെ പറയും, നിങ്ങൾക്ക് ഇത് ശരിക്കും വെച്ചുകൂടെ, ഇതെന്തുവാ, ഞാൻ തന്നെ കുനിഞ്ഞ് പുറത്ത് നടന്ന് എല്ലാം ചെയ്യണം, കാരണം പുള്ളിക്കാരിക്ക് വീട് വൃത്തിയായി കിടക്കണമല്ലോ. അപ്പോൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ട് ചെയ്യും, പിള്ളേരെയൊക്കെ വഴക്ക് പറഞ്ഞുകൊണ്ട് ഇത് ചെയ്തുകൊണ്ടേയിരിക്കും. പക്ഷേ ഇങ്ങനെ അങ്ങ് തുടർന്ന് കഴിഞ്ഞപ്പം പുള്ളിക്കാരിക്ക് തന്നെ വചനം വായിക്കുന്നുണ്ടല്ലോ ഇടയിൽ കൂടെ ഭയങ്കര വിഷമം. ഞാനിങ്ങനെ തുടർന്നാലും മനസ്സിൽ എപ്പോഴും ഒരു അസംതൃപ്തി, ഓരോന്ന് ചെയ്യുമ്പോഴും ദേഷ്യമാണ് മനസ്സിലേക്ക് വരുന്നത്, എന്തൊക്കെയോ നെഗറ്റീവ് ചിന്തകളാണ് വരുന്നത്. അവസാനം ഇതിങ്ങനെ പോയാൽ ശരിയാവില്ല എന്ന് ആ സഹോദരിക്ക് മനസ്സിലായി. തൻ്റെ സ്പിരിച്വൽ മെൻറ്ററിൻ്റെ അടുത്ത് ചെന്നു എന്ന് പറഞ്ഞാൽ ആത്മീയമായിട്ട് തന്നെ സഹായിക്കുന്ന ഗൈഡ് ചെയ്യുന്ന ആളുടെ അടുത്ത് ചെന്നിട്ട് ഒരു കൗൺസിലിങ്ങിന് പോലെ ചെന്നു. അപ്പോൾ ആ സഹോദരി കുറച്ച് ടിപ്സ് പറഞ്ഞു കൊടുത്തു. ആ ടിപ്സ് 2 വചനങ്ങളാണ്. ഒന്ന് തെസ്സലോനിക്കർ 5:18, എല്ലാറ്റിനും സ്തോത്രം ചെയ്യുവിൻ, അത് നമ്മെക്കുറിച്ച് ക്രിസ്തുയേശുവിൽ ദൈവേഷ്ടം. അടുത്ത ടിപ്പ് എഫേഷ്യൻസ് 5:20, ദൈവവും പിതാവുമായവന് എല്ലായ്പ്പോഴും എല്ലാറ്റിനും വേണ്ടി സ്തോത്രം ചെയ്യുവിൻ. അപ്പോൾ അതിൻ്റെ തുടക്കത്തിൽ നമുക്കറിയാം, വീഞ്ഞു കുടിച്ച് ഉന്മത്തരായത് ആത്മാവ് നിറഞ്ഞവരായി എന്ന് പറഞ്ഞിട്ടാണ് ഇത് പറയുന്നത്. അപ്പോൾ ആത്മനിറവുള്ള ഒരാൾ പ്രതികരിക്കേണ്ടത് ഈ വിധത്തിലാണ് എന്ന് പറഞ്ഞു കൊടുത്തു. അറിയാവുന്ന കാര്യമാണ്, എങ്കിലും ഒന്നുകൂടെ ഓർപ്പിച്ചു കൊടുത്തു, ഒരു ടിപ്പായിട്ട് കൊടുത്തു. അപ്പം ഈ സഹോദരി അത് സ്വീകരിച്ചു, ആ ടിപ്പൊന്ന് പ്രാക്ടീസ് ചെയ്തു. ഇറ്റ് വർക്ക്ഡ് ഔട്ട്. എന്താ സംഭവിച്ചത്? പിറ്റേ ദിവസം ഇതുപോലെ എല്ലാവരും ഓരോന്ന് വലിച്ചെറിയാൻ തുടങ്ങി. കോളേജിൽ നിന്ന് വന്നവരും ഓഫീസിൽ നിന്ന് വന്നവരൊക്കെ ഓരോ സ്ഥലത്ത് ഓരോന്നിട്ടു. പുള്ളിക്കാരി ഓരോന്ന് പോയി എടുക്കുമ്പോഴും സ്തോത്രം പറയാൻ തുടങ്ങി. കർത്താവേ സ്തോത്രം, ഭർത്താവ് തിരിച്ചെത്തിയല്ലോ, അതുകൊണ്ടല്ലേ സോക്സ് ഇവിടെ കിടക്കുന്നത് അല്ലേ, എനിക്ക് കുഞ്ഞുങ്ങളെ തന്നല്ലോ, അതുകൊണ്ടാണല്ലോ എനിക്ക് അവരുടെ ഇത് പെറുക്കാനുള്ളത്. എങ്ങനെയുണ്ട്? അപ്പോൾ ഓരോന്നിനും സ്തോത്രം പറയുക. പിന്നെ അവിടെ കുറേ കാര്യം നിലത്ത് കൊണ്ടിട്ടിരിക്കുകയാണ്. അപ്പം കുനിഞ്ഞിങ്ങെടുക്കും. അപ്പോൾ എനിക്കിപ്പോഴും കുനിയാനും നിവരാനും പറ്റുന്നുണ്ടല്ലോ, സ്തോത്രം. എത്ര സ്തോത്രങ്ങളല്ലേ. അപ്പോൾ സ്തോത്രം പറഞ്ഞുകൊണ്ട് നമ്മൾ ഓരോ ജോലികളും ചെയ്താൽ ഭയങ്കര വ്യത്യാസമാണ്. അപ്പോൾ ഈ സ്തോത്രം പറഞ്ഞ് അവരാരും കേൾക്കുന്നൊന്നുമില്ല, പുള്ളിക്കാരി മനസ്സിലാണ് പറയുന്നത്. പക്ഷേ ഈ സ്തോത്രം പറയുമ്പോൾ നമ്മുടെ മുഖഭാവം എങ്ങനെയായിരിക്കും? നമ്മൾ നേരത്തെ കലിപ്പിൽ അത് പോയി എടുത്തപ്പോൾ നമ്മുടെ മുഖഭാവം എങ്ങനെയായിരിക്കും? അതിൻ്റെ നേരെ ഓപ്പോസിറ്റ്. അപ്പം ഇങ്ങനെ ഓരോ പ്രാവശ്യം എടുക്കുമ്പോഴും ഒരു വലിഞ്ഞു മുറുകിയ മുഖമായിരുന്നത് ഇപ്പം വളരെ പ്രസന്നമായൊരു മുഖം, ശാന്തമായ മുഖം
ആയി മാറി. സ്ക്രീൻ ചെയ്തുകൊണ്ട് പറഞ്ഞുകൊണ്ടിരുന്നു, ഇങ്ങനെ അലച്ചോണ്ടായിരിക്കും ഇത് എടുക്കുന്നത് അല്ലേ. അതൊക്കെ ഒരു മൂളിപ്പാട്ടോടെ കുറേ സ്തോത്രം പറഞ്ഞു കഴിയുമ്പോൾ അത് പാട്ടായിട്ടൊക്കെ ചിലപ്പം വരും അല്ലേ. ഒരു മൂളിപ്പാട്ട് കേൾക്കാൻ തുടങ്ങി. പിന്നെ ക്രുദ്ധിച്ചുള്ള നോട്ടം, നമ്മുടെയൊക്കെ നോട്ടം, എൻ്റെയൊക്കെ നോട്ടത്തെ പിള്ളേരെപ്പോഴും പറയാറുണ്ട്, അമ്മയുടെ ഒരു നോട്ടം. അപ്പം നമ്മുടെ ചില സമയത്ത് നോട്ടം ഭയങ്കര നോട്ടമാണ്. ആ നോട്ടമൊക്കെ മാറി വാത്സല്യവും സ്നേഹവും ഒക്കെ കവിഞ്ഞൊഴുകുന്ന നോട്ടമായിട്ട് മാറി. സംഭവിച്ചെന്താ, കുറച്ച് ദിവസം ഇങ്ങനെ പോയി, വീട്ടുകാരെല്ലാം ഇത് ശ്രദ്ധിക്കാൻ തുടങ്ങി. അവളൊന്നും പറഞ്ഞൊന്നുമില്ല. കുറച്ച് ദിവസം കഴിഞ്ഞപ്പം പെറുക്കാൻ വന്നപ്പോൾ സാധനമൊന്നും ഇല്ല, എല്ലാം ഇരിക്കേണ്ട സ്ഥലങ്ങളിലൊക്കെ ഇരിക്കുകയാണ്. അപ്പോൾ നമ്മൾ എല്ലാ കാര്യങ്ങളും ഇങ്ങനെ ആ ഒരു കുടുംബത്തിൻ്റെ അന്തരീക്ഷം മാറ്റാൻ, ആ കുടുംബത്തിൻ്റെ ആൾക്കാരുടെ സ്വഭാവം മാറ്റാൻ എന്താ ചെയ്തേ? സ്തോത്രം ചെയ്തല്ലേ, സ്തോത്രം ചെയ്തു. അപ്പോൾ എല്ലാറ്റിനും വേണ്ടി സ്തോത്രം ചെയ്യുക. അപ്പോൾ നമ്മുടെ ആറ്റിറ്റ്യൂഡാണത് മാറുന്നത്. ഞാനിന്ന് ചിന്തിക്കുന്നുണ്ട്, നമ്മളൊരു പക്ഷേ വീട്ടിലെ ജോലിയെപ്പറ്റി ഒത്തിരി ഭാരപ്പെടുന്നുണ്ടാവും അല്ലേ, എല്ലാ അമ്മമാർക്കും അതുണ്ടാവും. പക്ഷേ നമ്മളൊന്ന് ഓർത്തേക്ക്, എത്രയോ കുടുംബങ്ങളിൽ അമ്മമാർ ഒറ്റയ്ക്കാണ്, അവർക്ക് കഞ്ഞി വെച്ച് കൊടുക്കേണ്ടി വരുന്നില്ല, മക്കളൊന്നും ഇല്ല കൂടെ, മക്കളില്ല, ആർക്ക് വെച്ച് കൊടുക്കാൻ? ചിലപ്പോൾ ഹസ്ബൻഡ് ഉണ്ടാവില്ല, മക്കളുണ്ടാവില്ല. അപ്പോൾ ഉള്ള സമയത്ത് നമ്മൾ നമ്മുടെ ജോലിയെക്കുറിച്ച് ഭാരപ്പെടാതെ നമ്മൾ ആർക്കൊക്കെ വേണ്ടി അധ്വാനിക്കുന്നുവോ അവരെ ഓർത്ത് നമ്മൾ സ്തോത്രം ചെയ്ത് നമ്മൾ ചെയ്യുക. അപ്പം ഒരുപാട് കാര്യങ്ങൾ ഓക്കെ ആവും. അപ്പോൾ ഇത് ഞാൻ 2 ടിപ്സ് മാത്രമേ പറഞ്ഞുള്ളൂ. ഇനി ഒരുപാട് ടിപ്സ് ഉണ്ട് നമ്മുടെ ഓരോ കാര്യത്തിലും നമ്മളെ സഹായിക്കാൻ. ദൈവജനത്തിൽ ധാരാളം ടിപ്സ് ഉണ്ട്, നമ്മൾ തന്നെ അത് കണ്ടെത്തുക, നമ്മൾ മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുക. അപ്പം നമ്മുടെ ഒരുപാട് കാര്യങ്ങൾക്ക് നമുക്ക് ആൻസർ ആവും. അപ്പോൾ ഇനി നമുക്ക് കഠിനാധ്വാനത്തിൻ്റെ ആറ്റിറ്റ്യൂഡിനെ പറ്റിയാണ് ഞാനിപ്പോൾ പറഞ്ഞത്, നമ്മൾ ഏത് മനോഭാവത്തിൽ ചെയ്യണമെന്നുള്ളത്. ഇനി നമുക്ക് ഏതെല്ലാം മേഖലകളിലാണ് അധ്വാനം ചെയ്യേണ്ടതെന്നുള്ളതാണ് നോക്കുന്നത്. 15-ാമത്തെ വാക്യം, അവൾ നന്നായി രാവിലെ എണീറ്റ് വീട്ടിലുള്ളവർക്ക് ആഹാരം, അവിടെ നിർത്താം, വീട്ടിലുള്ളവർക്ക് ആഹാരം കൊടുക്കുന്നു. രാവിലെ എണീറ്റാലേ എല്ലാവർക്കും സമയത്ത് ആഹാരം കൊടുക്കാൻ പറ്റുള്ളൂ, നമുക്കറിയാം അല്ലേ. വീട്ടിലുള്ള ആഹാരം ഉണ്ടാക്കാൻ ഉത്തരവാദിത്തപ്പെട്ട നമ്മൾ 8 മണി വരെ കിടന്നുറങ്ങിയാൽ ഒരിക്കലും വീട്ടിലുള്ളവർ സമയത്ത് സ്കൂളിലോ കോളേജിലോ പോവില്ല. ഷുഗറൊക്കെയുള്ള അമ്മമാരുടെ അപ്പന്മാരുടെയൊക്കെ ഷുഗറൊക്കെ താന്നു പോവും. എന്താണേലും രാവിലെ എണീറ്റ് നമ്മൾ ആഹാര കാര്യത്തിൽ ശ്രദ്ധിക്കണം എന്നുള്ളതാണ് ഇവിടെ നമ്മൾ കാണുന്നത്. നമ്മൾ പിന്നെ സഹോദരിമാരെ സംബന്ധിച്ച് ആഹാരം ഉണ്ടാക്കാൻ കഴിവ് നമ്മൾ ആർജിച്ചെടുക്കണം. ഞാനൊക്കെ കല്യാണം കഴിഞ്ഞ് വരുമ്പോൾ എനിക്ക് ഒന്നും ഉണ്ടാക്കാൻ അറിയില്ല. ചപ്പാത്തി ഉണ്ടാക്കിയാൽ അത് ഒരു പ്രാവശ്യം ശ്രീലങ്കയാണെങ്കിൽ ഒരു പ്രാവശ്യം ഇന്ത്യയുടെ ഭൂപടമാണ്. പക്ഷേ ബൈ പ്രാക്ടീസിലാണ് നമ്മളത് നേടിയെടുക്കുന്നത്. നമുക്കങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടാവണം. അപ്പോൾ നമ്മൾ നല്ല ആഹാരം ഉണ്ടാക്കാൻ വേണ്ടി നമ്മൾ ശീലിക്കണമെന്ന് മാത്രമല്ല, നമ്മുടെ വളർന്നു വരുന്ന തലമുറയിലെ കുഞ്ഞുങ്ങളെ അത് ശീലിപ്പിക്കുകയും ചെയ്യുന്നൊരു ഉത്തരവാദിത്വം നമുക്കുണ്ട്. ഈ ആഹാരത്തിന് എന്ത് പ്രാധാന്യമല്ല, ഇവിടെ തന്നെ ഈ ആഹാര സമയം നമുക്കെല്ലാവർക്കും സന്തോഷമുള്ള സമയമാണ്. നമ്മുടെ ഏത് മീറ്റിങ്ങിലും ഒരു ചായയെങ്കിലും ഇല്ലാതെ പിരിയാറുണ്ടോ? അത് ചായ കുടി തുടങ്ങി വലിയ മെഗാ ഡിന്നർ വരെ നമ്മൾ മാത്രമല്ല, ലോകപ്രകാരവും അങ്ങനെ തന്നെയാണ്. ഇങ്ങനെ കേട്ടിട്ടുണ്ട്, ഒരു മനുഷ്യൻ്റെ ഹൃദയത്തിലേക്ക് കടക്കാനുള്ള എളുപ്പ വഴി വായാണെന്നാണ്. വായിൽ കൂടെയാണ് അവൻ്റെ ഹൃദയത്തിൽ കിടക്കാവുന്നത്. പ്രത്യേകിച്ചും ടീനേജ് പ്രായത്തിലുള്ള കുഞ്ഞുങ്ങളെ നേടാൻ അമ്മമാർക്കുള്ള ഏറ്റവും നല്ല വഴി എന്താണെന്നറിയാമോ? നല്ല ഫുഡ് ഉണ്ടാക്കി കൊടുക്കുക. കാരണം അവർക്ക് ഇപ്പോൾ ഇഷ്ടംപോലെ ടേസ്റ്റി ഫുഡ് പുറത്ത് കിട്ടും അല്ലേ. അപ്പം ഭർത്താവിനാണെങ്കിലും കുഞ്ഞുങ്ങൾക്കാണെങ്കിലും നമ്മുടെ സഹോദരങ്ങൾക്കാണെങ്കിലും ഇഷ്ടംപോലെ ഫുഡ് പുറത്ത് കിട്ടും. പക്ഷെ അവർ പറയണം, എനിക്ക് എൻ്റെ വീട്ടിലെ ആഹാരമാണ് കൂടുതൽ ഇഷ്ടം. വല്ലപ്പോഴും കഴിക്കുന്നതിനെ പറ്റിയല്ല, സ്ഥിരം തട്ടുകടയിൽ പോയി കഴിക്കുന്ന സഹോദരന്മാരുണ്ട്. നമുക്ക് ചിന്തിച്ചറിയാം, നമ്മുടെ ബന്ധങ്ങളിലുണ്ട്. എനിക്ക് കുറേ കാര്യങ്ങളൊക്കെ ഓർമ്മ വരുമൊന്നും പറയുന്നില്ല. അങ്ങനെയുള്ളവരുണ്ട്, അവർക്ക് വീട്ടിലെ ആഹാരത്തോട് ഒരു താല്പര്യവും ഇല്ല. അപ്പോൾ അത് ആരുടെ കുറവായിരിക്കും? വീട്ടിൽ ആഹാരം ഉണ്ടാക്കുന്നവരുടെ കുറവായിരിക്കും അല്ലേ. അപ്പോൾ നമ്മൾ അതിനൊരു ട്രെയിനിങ് എടുക്കണം. അറിയാവുന്ന സഹോദരി, ഇന്നത്തെ കാലത്ത് നമ്മൾ വേറെ എവിടെയും പോകണ്ട, യൂട്യൂബ് ചാനൽസ് നോക്കിയാൽ മതി. ഏതെല്ലാം രീതിയിലല്ലേ വെറൈറ്റി ഫുഡ് ഉണ്ടാക്കണം. എന്നും ഒരേ ചോറും പയറും ഒരേ കറിയും ഉണ്ടാക്കി വെച്ചാലുണ്ടല്ലോ നമ്മൾ പോലും ബോറടിച്ചു പോകും. അപ്പോൾ അവരുടെ കാര്യം, അതുകൊണ്ട് വെറൈറ്റി ഫുഡ് ഉണ്ടാക്കാനുള്ളൊരു ശ്രമം വേണം. അത് യൂട്യൂബൊക്കെ നോക്കി, നമ്മൾ ഏറ്റവും കൂടുതൽ യൂട്യൂബിൽ കാണേണ്ടത് ഞാൻ പറയുന്നത് ഈ ചാനൽസ് ആയിരിക്കണം. എങ്ങനെയൊക്കെ ഡിഫറെൻറ്റ് ഫുഡ്, ഒരേ സാധനം കൊണ്ട് പല രീതിയിലും. ഞാൻ കഴിഞ്ഞ ദിവസം ഒരു കൊച്ചിന് വീട്ടിൽ കറി ഉണ്ടാക്കിയപ്പോൾ, എൻ്റെ കസിൻ കൊച്ചാണ്, എൻ്റെ റിലേറ്റീവിലെ കൊച്ചാണ്, പറഞ്ഞു മത്തങ്ങക്കറി ഉണ്ടാക്കി. ഞാൻ പറഞ്ഞു നല്ലതാ എന്ന് പറഞ്ഞു. എനിക്ക് മഞ്ഞക്കറി ഒന്നും ഇഷ്ടമില്ല ആൻറ്റി. ഞാൻ എന്ത് ചെയ്തു, വേഗം നോക്കി ഒരു റെഡ് കളറുള്ള മത്തങ്ങ ഉണ്ടോയെന്ന്. വ്യത്യാസം ഞാൻ റെഡ് കളറിൽ മത്തങ്ങക്കറി വെച്ച് വിട്ടപ്പോൾ കൊച്ചു കഴിച്ചു. അപ്പോൾ നമ്മളൊരു വെറൈറ്റിയൊക്കെ നമ്മൾ ശ്രമിക്കുന്നത് നല്ലതാണ്. നമ്മുടെ കുടുംബത്തെപ്പറ്റി ചിന്തിക്കുമ്പോൾ ആഹാര കാര്യത്തിന് വളരെ ഇമ്പോർട്ടൻസ് ആണ്, നമ്മളത് ശ്രദ്ധിക്കണം. അപ്പോൾ ഹോട്ടൽ ഫുഡിനേക്കാൾ എനിക്ക് എൻ്റെ വീട്ടിലെ ആഹാരം ഇഷ്ടമാണെന്ന് അവർ പറയത്തക്ക രീതിയിൽ നമ്മൾ ശ്രമിക്കുക. പിന്നെ എനിക്കൊരു കാര്യമോട് പറയണ്ടേ, എന്ത് ചെയ്യുമ്പോഴും നമ്മൾ പ്രാർത്ഥിച്ചുണ്ടാക്കിയാൽ അതിന് അതിൻ്റെതായ വ്യത്യാസമുണ്ട്. ഒരു പ്രാവശ്യം
ഒരു പ്രാവശ്യം ജനറലായിട്ടെങ്കിലും പ്രാർത്ഥിക്കുക രാവിലെ അടുക്കളയിൽ കയറുന്നതിന് മുന്നേ. പിന്നെ എല്ലാ ചേരുവകളും കൃത്യമായിട്ടൊക്കെ വീഴണ്ടേ, നമ്മൾ ഇടുമ്പോൾ നമ്മുടെ മനസ്സൊന്ന് മാറിയാൽ ഉപ്പ് കൂടിപ്പോവും അല്ലേ, കുറഞ്ഞു പോവും. ഇനി എല്ലാം ഓക്കെ ആയാലും അതിനകത്തൊരു ഇന്നവേറ്റീവ് വളരെ പ്രധാനമായിട്ടുള്ള ഒരു ചേരുവയുണ്ടെന്ന് ഞാൻ പറയും, അത് സ്നേഹമാണ്. സ്നേഹം എന്ന് പറഞ്ഞാൽ എണ്ണയാണെന്ന് നമുക്കറിയാം അല്ലേ, എണ്ണ ചേർത്താൽ ടേസ്റ്റ് കൂടും. പക്ഷേ സ്നേഹത്തിൻ്റെ ഒറിജിനൽ മീനിങ് ഉണ്ടല്ലോ, അതെന്താണ്? സ്നേഹം. ആ സ്നേഹം തന്നെ, ആ സ്നേഹം ചേർത്ത് നമ്മൾ ഫുഡ് ഉണ്ടാക്കിയാൽ അതിന് വളരെ ആസ്വാദ്യമായിരിക്കും. ഇത് തന്നെ ഞാൻ എൻ്റെ അനുഭവത്തിൽ നിന്നാണ് പറയുന്നത്. ഒരു ദിവസം എൻ്റെ മകൻ മൂത്തയാൾ ഭയങ്കര ടേസ്റ്റ് പിടിക്കുന്ന ആൾ, നല്ലതാണെങ്കിൽ നല്ലതാണെന്ന് അവൻ പറയും. അവനെയാണ് ഞാൻ ടേസ്റ്റ് ടെസ്റ്ററായിട്ട് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഒരു ദിവസം അമ്മ നല്ല ടേസ്റ്റ് ഉണ്ടല്ലോ എന്ന് പറഞ്ഞു. അമ്മ എന്താ സ്പെഷ്യലായിട്ട് ചേർത്ത്? ഞാൻ നോക്കിയപ്പോൾ ഒന്നും പ്രത്യേകം ഒന്നും ചേർത്തായിട്ട് എനിക്ക് തോന്നില്ല. ഞാൻ പറഞ്ഞു, എടാ അത് സ്നേഹമാണ് ചേർത്തെന്ന് പറഞ്ഞു. അപ്പോൾ ഇടയ്ക്ക് എപ്പോഴെങ്കിലും നമ്മുടെ പാളിച്ച വന്നാൽ ചോദിക്കും, അമ്മ ഇന്ന് സ്നേഹം ചേർത്തില്ല, അതാണ് ഇതിങ്ങനെ ഇരിക്കുന്നത്. അപ്പോൾ മറ്റൊന്നുമല്ല, നമ്മളെപ്പോഴും ചേർക്കുമ്പോൾ നമ്മൾ ചെയ്യുമ്പോൾ ആ കഴിക്കാൻ പോകുന്ന ആൾക്കാർ നമ്മൾ സ്നേഹത്തോടെ ഓർത്ത് പ്രാർത്ഥിച്ചൊക്കെ ചെയ്താൽ അതിൻ്റെ വ്യത്യാസം ഉണ്ടാവും. അങ്ങനെയൊക്കെ ഉണ്ടാക്കി വെച്ചാൽ മാത്രം പോരാ, എന്തേലും ഉണ്ടാക്കി എന്തേലും തിന്ന് വേണമെങ്കിൽ കഴിച്ചിട്ട് പോകുന്നുള്ള മനോഭാവം ഒരിക്കലും പാടില്ല. സ്നേഹത്തോടെ ഉണ്ടാക്കണം, സ്നേഹത്തോടെ വിളമ്പി കൊടുക്കണം. അത് നമ്മുടെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുടുംബത്തിലെ ഒരു പ്രധാന റോളാണെന്ന് നമുക്ക് ഓർക്കാം. ഇനി അടുത്തത് 3-4 വാക്യം വായിക്കാനുണ്ട്. ബൈബിൾ നോക്കണേ. 13-ാമത്തെ വാക്യം ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് അടുക്കളയ്ക്ക് പുറത്തുള്ള ജോലിയെ പറ്റിയാണ് കേട്ടോ. അടുക്കളയ്ക്ക് പുറത്തുള്ള ജോലി. ഇപ്പം നമ്മൾ അടുക്കളക്കാര്യമല്ലേ പറഞ്ഞത്. 13-ാമത്തെ വാക്യത്തിൽ അവൾ ആട്ടുരോമവും ചണവും സമ്പാദിച്ച് താല്പര്യത്തോടെ കൈകൊണ്ട് വേല ചെയ്യുന്നു. 14-ാമത്തെ വാക്യം അവൾ കച്ചവടക്കപ്പൽ പോലെയാകുന്നു, ദൂരത്ത് നിന്ന് ആഹാരം കൊണ്ടുവരുന്നു. 19-ാമത്തെ വാക്യം അവൾ വിടുത്തലയ്ക്ക് കൈ നീട്ടുന്നു, അവളുടെ വിരൽ കതിർ പിടിക്കുന്നു. 24-ാമത്തെ വാക്യം അവൾ ശണവസ്ത്രം ഉണ്ടാക്കി വിൽക്കുന്നു, അരക്കച്ച ഉണ്ടാക്കി കച്ചവടക്കാരനെ ഏൽപ്പിക്കുന്നു. അപ്പോൾ ഇതെല്ലാം വായിക്കുമ്പോൾ നമ്മൾ അടുക്കളയിൽ ഒരു കാര്യമല്ല കാണുന്നത്, പുറത്തുള്ള കാര്യങ്ങളാണ്. അന്നത്തെ കാലത്ത് ഉണ്ടായിരുന്ന ജോലികൾ ഒരു പക്ഷേ വയലിൽ അധ്വാനിക്കുന്നതും, ഇപ്പോൾ നമ്മൾ പറഞ്ഞില്ലേ കതിർ പിടിക്കുന്ന കാര്യം പറഞ്ഞു, അതുപോലെ വസ്ത്രനിർമ്മാണം, അതിൻ്റെ വിൽപ്പന, അങ്ങനെയൊക്കെ ആയിരിക്കാം. അതുകൊണ്ടായിരിക്കും അങ്ങനെ പറഞ്ഞിരിക്കുന്നത്. ഇന്ന് നമ്മൾ ചിന്തിക്കുമ്പോൾ ഒരുപാട് മേഖലകളുണ്ട് സ്ത്രീകൾക്ക് പുറത്ത് വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മൾ ചിന്തിക്കും, സ്ത്രീകൾ ശരിക്കും പുറത്ത് ജോലി ചെയ്യാൻ പോകണോ? പണ്ടൊക്കെ സ്ഥിരം നമ്മുടെ ക്യാമ്പിലൊക്കെ ഒരു വിഷയം തന്നെയായിരുന്നു അത്. ജനറലി പറഞ്ഞാൽ സ്ത്രീകൾ ജോലിക്ക് പോകാതിരിക്കുന്നത് തന്നെയാണ് ഉത്തമം, ഏറ്റവും ശ്രേഷ്ഠം അത് തന്നെയാണ്. കാരണം എന്താ, വീട്ടിലെ ജോലികളൊക്കെ വളരെ ഭംഗിയായിട്ട് ടെൻഷനില്ലാതെ ചെയ്യാം. പിന്നെ കുഞ്ഞുങ്ങൾ വരുമ്പോൾ അവരുടെ കാര്യം ശ്രദ്ധിക്കാം, ഓരോരുത്തരുടെയും കാര്യം ശ്രദ്ധിക്കാൻ ധാരാളം സമയം കിട്ടും. ഞാൻ ഓർക്കുന്നുണ്ട്, എൻ്റെ അമ്മ വർക്കിംഗ് ആയിരുന്നു, ടീച്ചറായിരുന്നു. എനിക്കിഷ്ടമില്ല മമ്മി ഇല്ലാത്തപ്പോൾ വീട്ടിലുണ്ടാവും. ഞാൻ വരുമ്പോൾ മമ്മി ഉണ്ടാവണം, മമ്മി ചില ദിവസമൊന്നും ഉണ്ടാവില്ല. എനിക്ക് ഭയങ്കര ഇറിറ്റേഷനാണ്. പിന്നെ ഞാനിങ്ങനെ ഓർക്കുമോ, ഇപ്പം അന്നത്തെ കാലത്ത് അധികം അമ്മമാർക്കൊന്നും ജോലിയില്ല, 1-2 പേർക്കൊക്കെ ജോലിയുള്ളൂ. അപ്പോൾ അവരൊക്കെ എന്നെ വലിയ ആയിട്ടാണ് വിചാരിക്കുന്നത്. പക്ഷേ ഞാൻ തിരിച്ചാണ് ചിന്തിക്കുന്നത്. ഞാൻ ഓർക്കും, അയ്യോ അവർക്കൊക്കെ വീട്ടിൽ ചെല്ലുമ്പോൾ അമ്മമാർ ഓരോന്നൊക്കെ ഉണ്ടാക്കി ഇരിപ്പുണ്ടാവുമല്ലോ, എന്ത് രസമായിരിക്കും അവർക്ക്. ആ കുഞ്ഞു മനസ്സിൽ എനിക്ക് അന്ന് അങ്ങനെയാണ് തോന്നിയത്. പക്ഷെ പിന്നീട് എനിക്ക് മനസ്സിലായി, ഇന്ന് ഞാൻ തിരിഞ്ഞ് ചിന്തിക്കുമ്പോൾ ഞാൻ ഓർക്കും, അന്ന് മമ്മി ജോലിക്ക് പോയത് കൊണ്ട് ഒരുപാട് ഗുണങ്ങൾ എനിക്കുണ്ടായി. അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ ഡാഡി അത്രയ്ക്ക് കുടുംബത്തിലെ കാര്യങ്ങളിൽ ഇൻവോൾവ് ആവുന്നില്ലായിരുന്നു, അല്പം മദ്യപാനമൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ കുടുംബത്തിൻ്റെതായ സുസ്ഥിതിക്കും അതുപോലെ ഞാൻ പഠിക്കാനൊക്കെ എനിക്ക് ഉത്സാഹം കിട്ടിയതൊക്കെ മമ്മിയിൽ നിന്നാണ്. മമ്മി അങ്ങനെ ഒരു ഫീൽഡ് ആയതുകൊണ്ട് ഞങ്ങളെല്ലാം പഠിപ്പിച്ച് ഞാനൊരു ലെവലിലായി. അപ്പോൾ ഞാൻ പറയുന്നത്, നമ്മളുടെ ഓരോരുത്തരുടെ വ്യക്തിപരമായ ഒരു സ്വാതന്ത്ര്യം അല്ലെങ്കിൽ സാഹചര്യങ്ങൾ ഇതിൻ്റെ പുറകിലുണ്ട്. ഇപ്പോൾ കുടുംബനാഥൻ നന്നായിട്ട് ജോലി ചെയ്ത് അല്ലെങ്കിൽ കുടുംബത്തെ നോക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ായ നമുക്കൊരിക്കലും ജോലിക്ക് പോകേണ്ട ആവശ്യം ഇല്ല. കാരണം നമുക്ക് ഒരുപാട് കാര്യങ്ങൾ കുടുംബത്തിലുണ്ട്. അങ്ങനെ നമുക്ക് ചിന്തിക്കാം. ചില സാഹചര്യങ്ങളിൽ കുടുംബനാഥന്മാർക്ക് ജോലി ചെയ്യാനാവാത്ത അവസ്ഥ വരാം, സുഖമില്ലാഞ്ഞിട്ടായിരിക്കാം. ചിലടത്ത് കുടുംബനാഥന്മാരുണ്ടാവില്ല. ഈ പറഞ്ഞ പോലെ മദ്യപാനവും അങ്ങനെയായിട്ട് കുടുംബം നോക്കാതെ ഇറങ്ങിപ്പോകുന്നവരാവാം. പിന്നെ അപൂർവ സാഹചര്യങ്ങളിൽ ഭർത്താവിനൊരു താങ്ങായിട്ട് സഹോദരിമാർ ജോലിക്ക് പോയാൽ എന്തുകൊണ്ടും ആ കുടുംബത്തിന് നന്മയാണ് എന്നുണ്ടെങ്കിൽ തീർച്ചയായും നമ്മൾ ജോലിക്ക് പോകുന്നതിൽ ഒരു തെറ്റുമില്ല എന്നാണ് നമ്മളൊരു കൺക്ലൂഷനിൽ വരുന്നത്. എന്നോട് ആൻറ്റി പ്രത്യേകം പറഞ്ഞു, ജോലിക്ക് പോകുന്ന ആളെന്നുള്ള രീതിയിലാണ് കുടുംബം പണിയുന്നതെന്നുള്ളത് എന്നെ ഏൽപ്പിച്ചതെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ജോലിക്ക് പോകുന്ന ആളാണ്, എല്ലാവർക്കും അറിയാവുന്ന എനിക്കറിയില്ല. ഞാൻ 21-ാം വയസ്സ് മുതൽ ജോലിക്ക് കയറി, ഇന്ന് വയസ്സ് 52 ഇതുവരെയും ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സഹോദരി തന്നെയാണ്.
അപ്പം ജോലിക്ക് പോകാതിരിക്കുന്നതിന് ഒരുപാട് നന്മയുണ്ടെന്ന് ഞാൻ പറയും. എങ്കിലും ജോലിക്ക് പോയിക്കൊണ്ടും നമുക്ക് ഈ ഭവന പണി നടത്താൻ പറ്റുമെന്നും എനിക്കിപ്പോൾ നിങ്ങളോട് പറയാൻ വേണ്ടി സാധിക്കും. അപ്പോൾ നമ്മൾ പക്ഷേ കുറച്ച് കാര്യങ്ങൾ അവിടെ ശ്രദ്ധിക്കണം. ജോലിക്ക് നമ്മൾ പോകുന്നു, അതുപോലെ നമ്മുടെ കുഞ്ഞുങ്ങളിപ്പോൾ ഇവിടെ ഇരിക്കുന്ന ജോലിക്ക് പോകാത്ത അമ്മമാരാണെങ്കിലും നിങ്ങളുടെ ആരുടെയും കുഞ്ഞുങ്ങളെ പഠിപ്പിക്കാൻ വിട്ടിട്ടില്ലേ? എല്ലാവരും പഠിപ്പിക്കുകയാണല്ലേ. പ്രൊഫഷണൽ കോഴ്സ് തന്നെ സെലക്ട് ചെയ്യാൻ വേണ്ടി ശ്രമിച്ചാണ് പഠിപ്പിക്കുന്നത്. എന്തിനാണ് അവർ ജോലിക്ക് പോകണം? അവർ നമ്മൾ എന്തായിരിക്കും നമ്മളുടെ മൈൻഡിലുള്ളത്, അല്ലെങ്കിൽ നമ്മളുടെ കുഞ്ഞുങ്ങളുടെ മൈൻഡിലുള്ളത്? എന്തിനാണ് ഞാൻ ജോലിക്ക് പോകുന്നത്? ഇപ്പം ലോകപ്രകാരം ചിന്തിച്ചാൽ എന്തിനാണെന്നറിയാവോ? സ്വന്തം കാലിൽ നിൽക്കാൻ. അവൾ ജോലി സമ്പാദിച്ച് അവൾ സ്വന്തം കാലിൽ നിൽക്കണം. നാളെ ഒരു ദിവസം അവൻ എന്തെങ്കിലും പറഞ്ഞാൽ അവനെ ഇട്ടേച്ചിങ്ങ് പോന്നാലും അവൾക്ക് സ്വന്തം കാലിൽ നിൽക്കാൻ പറ്റണം. ആ ആറ്റിറ്റ്യൂഡിലാണ് ഇന്ന് ലോകം പെൺകുട്ടികളെ പഠിപ്പിക്കുന്നത്. പക്ഷെ നമ്മൾ പഠിപ്പിക്കുന്നത് എന്തിനാണ്? നമ്മൾ കുഞ്ഞുങ്ങളെ പഠിപ്പിക്കുമ്പോൾ എപ്പോഴും ജോലി സെക്കൻഡറിയാണ്. കുടുംബത്തിന് ആവശ്യം വന്നാൽ, സപ്പോർട്ട് ചെയ്യേണ്ട വന്നാൽ നമ്മളൊരു ഇൻകം ഉണ്ടാക്കാൻ നമ്മളെക്കൊണ്ട് സാധിക്കണം. അതിനു വേണ്ടിയായിരിക്കണം നമ്മൾ ജോലിക്ക് പോകുന്നതും നമ്മുടെ പെൺകുഞ്ഞുങ്ങളെ അങ്ങനെ പഠിപ്പിക്കുന്നതും. ഈ കഴിഞ്ഞ ദിവസം ഞാനൊരു സംഭവം കേട്ടതാണ്. ഒരു കല്യാണം വളരെ ആർഭാടമായിട്ടൊക്കെ നടന്നു. കല്യാണം കഴിഞ്ഞ് ഒരു ഫസ്റ്റ് ഡേ, അതായത് രാത്രി കഴിഞ്ഞ് രാവിലെയായി ബ്രഷ് ചെയ്യാൻ വേണ്ടി നവവധു പോയി. പേസ്റ്റ് എടുത്തു കഴിഞ്ഞപ്പം പുറകിൽ നിന്ന് ഹസ്ബൻഡ് പേസ്റ്റ് ഇങ്ങനെ എടുത്തു ബ്രഷിലേക്ക്. അയ്യോ, പേസ്റ്റിൻ്റെ നടുവിൽ പിടിച്ച് ഞെക്കല്ലേ, ഇവിടുത്തെ അമ്മച്ചിക്ക് ഇഷ്ടമില്ല. താഴേന്ന് പിടിച്ചേക്കാം. ഞെട്ടിപ്പോയി പെങ്കൊച്ച്. ഉടനെ അവൾ ഫോൺ എടുത്തു അമ്മയ്ക്ക് വിളിച്ചു. അമ്മ ഇവിടെയുള്ളവർ ഇത്ര കൺഫ്യൂസാണ്, ഞാനിങ്ങനെ ശീലിച്ചിരിക്കുന്നത്, എനിക്കിപ്പം താഴേന്ന് തന്നെ ഞെക്കാനൊന്നും പറ്റില്ല. അപ്പം അമ്മ എന്ത് പറഞ്ഞു? നീ ഇങ്ങ് പോരെ മോളെ, അവരുടെ അങ്ങനത്തെ ഉള്ളിടത്ത് നീ നിൽക്കണ്ട. ഇത് ഒരു കഥയല്ല, ഇത് സംഭവിച്ച കാര്യമാണ്. 2 മാസത്തിനുള്ളിൽ 2 പേരും 2 തട്ടിലായി. എന്തുകൊണ്ടാണ്? ഇന്നത്തെ കാര്യത്ത് പെൺകുട്ടികൾക്ക് യാതൊരു ഹസ്ബൻഡ്സിന് ആവശ്യമില്ല എന്നുള്ള രീതിയിലേക്കാണ് വന്നിരിക്കുന്നത്. കാരണം അവർക്ക് പൈസയ്ക്ക് പൈസയുണ്ട്, സ്റ്റാറ്റസിന് സ്റ്റാറ്റസുണ്ട്. അങ്ങനെ അവരങ്ങ് വേറെ ലൈഫിലേക്ക് പോവുകയാണ്. അപ്പം ജോലിക്ക് പോകുന്നതുകൊണ്ട് ഒരിക്കലും നമുക്ക് കുടുംബത്തിൻ്റെ പ്രാധാന്യം നഷ്ടപ്പെട്ടു പോകാനോ ഒന്നും പാടില്ല. അപ്പം നമ്മൾ ചിന്തിക്കേണ്ടത്, നമ്മൾ ജോലിക്ക് പോകുന്ന എന്തിനാണ്? അത് എൻ്റെ കുടുംബത്തിൻ്റെ നന്മയ്ക്കാണോ? കുടുംബത്തിന് കുഞ്ഞുങ്ങൾക്ക് ഭർത്താവിന് അതൊരു നന്മയാണോ? അതുപോലെ നമുക്ക് ഭർത്താവിനൊരു താങ്ങായിട്ടാണോ നമ്മൾ പോകുന്നത്? ഞാൻ ജോലിക്ക് പോകുമ്പോൾ എൻ്റെ ഭർത്താവിൻ്റെ ഹൃദയം എന്നെ വിശ്വസിക്കുന്നുണ്ടോ? അതിന് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് അല്ലേ? നമ്മൾ 11ാമത്തെ വാക്യം നോക്കാം. ഭർത്താവിൻ്റെ ഹൃദയം അവളെ വിശ്വസിക്കുന്നു, അവൻ്റെ ലാഭത്തിന് ഒരു കുറവുമില്ല. അതൊരു വലിയ ഫാക്ടറാണ് കേട്ടോ. അതായത് ജോലിക്ക് സഹോദരി അല്ലെങ്കിൽ ഭാര്യ ജോലിക്ക് പോകുമ്പോൾ ഭർത്താവിൻ്റെ ഹൃദയം അവളെ വിശ്വസിക്കണം. അവൾ പോകുന്നത് കുടുംബത്തിൻ്റെ നന്മയ്ക്കാണെന്നും അവൾ പോയി ജോലി ചെയ്ത് അവളിങ്ങ് തിരിച്ചു പോന്നോളും എന്നുമൊക്കെയുള്ള ഒരു വിശ്വാസം ഭർത്താവിന് വേണം. അപ്പം അതൊരു കോമൺ ആയിട്ടുള്ളൊരു തീരുമാനത്തിൽ നിന്നായിരിക്കണം എപ്പോഴും ജോലിക്ക് പോകേണ്ടത്. അപ്പം കാരണം അത് ഇന്നത്തെ കാലത്ത് പ്രത്യേകിച്ചും അല്ലേ, നമ്മൾ പുറത്ത് പോകുമ്പോൾ, നമ്മൾ ജോലിക്ക് പുറത്ത് പോകുമ്പോൾ എന്തുമാത്രം ആൾക്കാരുമായിട്ടാണ് നമ്മൾ ഇടപെടുന്നത്. പല ഏജ് ഗ്രൂപ്പിലുള്ള പല ടൈപ്പിലുള്ള ആൾക്കാർ ഒക്കെ ഉണ്ടാവാം. പാപം ചെയ്യാൻ നേരത്തെ ലിസോര് പറഞ്ഞ പോലെ വീട്ടിലിരിക്കുമ്പോൾ അധികം പാപം ചെയ്യാൻ സാധ്യതകളൊന്നും ഇല്ല, നാവ് കൊണ്ടുള്ള പാപം ശ്രദ്ധിച്ചാൽ മതിയെന്ന് പറഞ്ഞു. പക്ഷേ ജോലിക്ക് പോകുന്ന ആൾക്കാർ ഏതെല്ലാം മേഖലകളിൽ പാപം ചെയ്യാൻ സാധ്യതയുണ്ട്. അപ്പം അങ്ങോട്ടേക്കൊന്നും പോകാതെ വിശുദ്ധമായിട്ട് ജീവിച്ചുകൊണ്ട് ജോലിക്ക് പോയി ജോലി കഴിഞ്ഞ് തിരിച്ചു വരുന്ന രീതിയിൽ മാത്രമേ നമ്മൾ ജോലിക്ക് പോകാൻ പാടുള്ളൂ. കാരണം എന്താണ്? സാത്താൻ ആരെ വിഴുങ്ങേണ്ടു എന്ന് ചുറ്റിത്തിരിഞ്ഞ് നടക്കുകയാണ്. പ്രത്യേകിച്ച് സാത്താൻ ഏറ്റവും വിഴുങ്ങാൻ ഇഷ്ടമുള്ളത് ദൈവഭക്തിയിൽ ജീവിക്കുന്ന കുടുംബത്തിലെ ആൾക്കാരെ. ഒരാളെ ടച്ച് ചെയ്താൽ മതി. ഒരാളെ ടച്ച് ചെയ്താൽ ആ കുടുംബം അതേപടി തകരും, അവരുടെ ശുശ്രൂഷ തകരും, എല്ലാം തീരും. അപ്പോൾ സാത്താൻ വളരെ നോട്ടമിട്ടിരിക്കുന്ന ആ ഒരു ഗ്രൂപ്പ് ഓഫ് ആൾക്കാരാണ് നമ്മൾ. അതുകൊണ്ട് ഇങ്ങനെയുള്ള രീതിയിൽ പ്രത്യേകിച്ചും ജോലിക്ക് വന്ന സഹോദരിമാരിപ്പോൾ ഇവിടെ ഒരുപാട് പേരുണ്ട്. പ്രത്യേകിച്ചും കുഞ്ഞുങ്ങളൊക്കെ പഠിച്ച് ജോലിക്ക് കയറാൻ നിൽക്കുന്നവരാണ്. വളരെ ശ്രദ്ധയോടെ പുറത്തെ ജോലികൾ തന്നെ പല രീതിയിലുണ്ടാവാം അല്ലേ? പല രീതിയിലുള്ള ജോലികളുണ്ടാവാം. ജോലി നമ്മൾ സെലക്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുക. ഞാൻ നഴ്സിംഗ് ഫീൽഡിലാണ്. ഞാൻ ആദ്യം നേഴ്സായിട്ട് കുറേ നാൾ വർക്ക് ചെയ്തു, കല്യാണത്തിനൊക്കെ മുന്നേ. അപ്പോൾ ഞാൻ ഗൾഫിലുണ്ടായിരുന്ന കാലത്ത് ഞാനിങ്ങനെ കണ്ടിട്ടുണ്ട്, പലരും കല്യാണം കഴിഞ്ഞ് കുഞ്ഞുണ്ടായി ഒക്കെ കുഞ്ഞിനെ നാട്ടിലേൽപ്പിച്ചിട്ട് തിരിച്ചു വരും. അവിടെ ഇരുന്ന് കരഞ്ഞുകൊണ്ടിരിക്കും കുഞ്ഞിനെ ഓർത്തുകൊണ്ട്. കുഞ്ഞ് നാട്ടിലാണ്, പേരൻസിൻ്റെ കയ്യിൽ. അപ്പോൾ ആ കാലത്ത് സ്ഥിരമായി കേൾക്കുന്നൊരു കാര്യമാണ്, പ്രത്യേകിച്ചും പള്ളിയിൽ അച്ഛന്മാരൊക്കെ പണ്ട് അന്ന് അങ്ങനെയൊക്കെ ആയിരുന്നു ഞാൻ. അപ്പോൾ പള്ളിയിൽ അച്ഛന്മാർ പറയും, ഇന്ന് നിങ്ങൾ കുപ്പിപ്പാൽ കൊടുത്ത് വളർത്ത്, വലുതായി കഴിയുമ്പോൾ അവൻ്റെ കയ്യിൽ നിന്ന് പിന്നെ കുപ്പി താഴെ വീഴത്തില്ല എന്ന് പറഞ്ഞാൽ
ഇന്ന് അങ്ങനെ അമ്മയുടെ അപ്പൻ്റെ പരിചരണമില്ലാതെ ഡയറക്ഷൻ ഇല്ലാതെ വളരുന്ന കുഞ്ഞുങ്ങൾ കുറച്ച് കഴിഞ്ഞ് അവരുടെ കയ്യിൽ പൈസ ആകുമ്പോൾ അവർക്ക് പൈസ ഇഷ്ടം പോലെ ഉണ്ടാവുമല്ലോ. പൈസ ആയി കഴിയുമ്പോൾ അവർ കുപ്പി, ഇന്നത്തെ കാലത്ത് പറഞ്ഞ ഡ്രഗ്സ്, അങ്ങനെ എല്ലാ രീതിയിലേക്കും മാറിപ്പോകുന്ന അവസ്ഥയാണ് കാണുന്നത്. അപ്പം നമ്മൾ ദൈവമക്കളായിരിക്കുന്ന നമ്മൾ എപ്പോഴും മുൻഗണന കൊടുക്കേണ്ടത് ഒന്നാമത് കുടുംബത്തിനാണ്. ദൈവത്തിൻ്റെ വലിയ കൃപയാൽ എനിക്ക് ഓരോരോ സാഹചര്യങ്ങളിലും ദൈവം അങ്ങനെ ഞങ്ങളെ ലീഡ് ചെയ്തു. ഞാൻ കല്യാണം കഴിക്കുമ്പോൾ ഞാൻ സൗദിയിലായിരുന്നു. അപ്പോൾ സായിച്ചാൻ ഹസ്ബൻഡ് നാട്ടിലായിരുന്നു. അപ്പം ഇത് കല്യാണ സമയത്ത് നമ്മൾ തീരുമാനിച്ചു ഞാൻ അവിടുത്തെ ജോലി കഴിഞ്ഞ് ഇങ്ങോട്ട് പോരാം. പക്ഷേ ആ സമയത്ത് ഹസ്ബൻഡ് അങ്ങോട്ട് വരാനൊരു സാധ്യത കിട്ടി. അപ്പം നമ്മൾ അവിടെ സെറ്റിൽ ചെയ്യാമെന്ന് വിചാരിച്ചു. പക്ഷേ അന്നത്തെ ഒരു ആത്മീയ ഗുരുവായിട്ട് സായിച്ചാനുണ്ടായിരുന്ന ഒരു സഹോദരൻ പറഞ്ഞു, നിങ്ങളെക്കൊണ്ട് കർത്താവിന് അവിടത്തേക്കാൾ കൂടുതൽ ഇവിടെയാണ് പ്രയോജനപ്പെടാൻ പറ്റുക, അതുകൊണ്ട് പോകണ്ടെന്ന് പറഞ്ഞു. വിസ വരെ അടിച്ച് കിട്ടിയിട്ട് അദ്ദേഹം അത് ക്യാൻസൽ ചെയ്തു. അപ്പോൾ പിന്നെ ഞാനിങ്ങ് കല്യാണം കഴിഞ്ഞ് ഗൾഫിലെ ജോലിയൊന്നും വേണ്ടാന്ന് വെച്ച് ഞാൻ നാട്ടിലേക്ക് പോന്നു. അതെൻ്റെ ഒന്നാമത്തെ സ്റ്റെപ്പായിരുന്നു. ഒരുപാട് ദുഷികൾ, അല്ലെങ്കിൽ എൻ്റെ വീട്ടുകാരൊക്കെ കാത്തലിക് ബാക്ക്ഗ്രൗണ്ടാണ്. ഒരുപാട് മമ്മിയൊക്കെ സങ്കടപ്പെട്ട് ഞാൻ ഓർക്കുന്നുണ്ട്. ജോലിയൊക്കെ ഇങ്ങനെ നിങ്ങൾക്കൊരു വീടുണ്ടോ, നിങ്ങൾക്ക് സ്ഥലമുണ്ടോ, എല്ലാം ചോദ്യങ്ങളാണ്. പക്ഷെ നമ്മൾ ദൈവത്തിൽ ആശ്രയിച്ച് ജോലി വേണ്ടാന്ന് വെച്ചു, നാട്ടിലേക്ക് വന്നു. ദൈവം അനുഗ്രഹിച്ച് ഞാൻ വന്ന തലേ മാസം ദൈവം എനിക്ക് ഇവിടെയായിട്ട് വലിയൊരു സമ്മാനം ഒരുക്കി വെച്ചിരുന്നു. ഞാൻ ജൂണിൽ വരുന്നു, മെയ്യിൽ തിരുവനന്തപുരത്തെ സഭ ആദ്യമായിട്ട് മീറ്റിംഗ് കൂടി. അപ്പോൾ ഞാൻ വന്ന് ചേരുന്നത് തിരുവനന്തപുരത്തെ ഒരു കുഞ്ഞു സഭയിലേക്കാണ് വന്ന് സ്റ്റാർട്ടിങ്ങിൽ തന്നെ ഉണ്ടാകാൻ പറ്റി. അതൊരു കാര്യം. അത് കഴിഞ്ഞ് പിന്നെ ഇവിടെ ജോലിയോടുകൂടി ആദ്യം ജോലി ചെയ്യേണ്ടെന്ന് വിചാരിച്ചു. പിന്നെ അതങ്ങ് മുന്നോട്ട് പോകത്തില്ല. അപ്പം ജോലി ചെയ്തുകൊണ്ട് തന്നെ എന്ന് വിചാരിച്ച് അങ്ങനെ ജോലിയിലൊക്കെ പോയിക്കൊണ്ടിരുന്നു നാട്ടിൽ തന്നെ. അങ്ങനെ പോയി കുറച്ച് കഴിഞ്ഞപ്പോൾ എനിക്ക് നല്ലൊരു ജോലി ഇവിടെ തന്നെ കിട്ടി. RCCയിൽ പെർമനൻറ്റ് സ്റ്റാഫായിട്ട് ജോലി കിട്ടി. അപ്പം അങ്ങനെ അതങ്ങ് മുന്നോട്ട് പോയി. നല്ല വെൽ പ്ലേസ്ഡ് ആണല്ലോ, നിങ്ങൾക്ക് അറിയാലോ RCCയിലെ സ്റ്റാഫ് നഴ്സ് എന്നൊക്കെ പറഞ്ഞാൽ പെർമനൻറ്റ് സ്റ്റാഫിനൊക്കെ നല്ല ബെനിഫിറ്റ്സ് ഒക്കെയാണ്. അങ്ങനെ പോയിക്കൊണ്ടിരുന്നപ്പോൾ ഇതിനിടയ്ക്ക് എനിക്ക് 3 കുഞ്ഞുങ്ങളുണ്ടായി. അടുപ്പിച്ചടുപ്പിച്ച് 3 പേരുണ്ടായി. ഇപ്പോൾ കുഞ്ഞുങ്ങളെ നോക്കാൻ സെർവൻ്റൊക്കെ ഉണ്ട്. എന്നാലും അങ്ങനെ മുന്നോട്ട് പോയപ്പോൾ എനിക്ക് അനുഭവപ്പെട്ട ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ, കുഞ്ഞുങ്ങൾ വളരുമ്പോൾ പലപ്പോഴും ഞാൻ ചിലപ്പോൾ നൈറ്റിന് പോകേണ്ടി വരും, ചിലപ്പം ഡെയിലി. അങ്ങനെ എൻ്റെ ടൈമിങ്ങിന് ഒരു ബന്ധവും ഇല്ല. ഒരു ദിവസം രാത്രി പോയാൽ ഒരു ദിവസം ഈവനിങ്ങിൽ പോകും, ഒരു ദിവസം മോർണിംഗിൽ പോകും. ഞങ്ങൾക്ക് ഒരുമിച്ച് ഒരു വേലയും പ്ലാൻ ചെയ്യാൻ പറ്റുന്നില്ല, ഒരു വിസിറ്റ് പ്ലാൻ ചെയ്യാൻ പറ്റുന്നില്ല. പിന്നെ സൺഡേ ഒരു ദിവസം ലീവ് കിട്ടുക എന്നുള്ളത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഒന്നുകിൽ നമ്മൾ നൈറ്റ് കഴിഞ്ഞിട്ട് എണീറ്റിരുന്ന് ആരാധന കൂടിയിട്ട് പിന്നെയും പോകണം. അങ്ങനെയൊക്കെ ഒരു ഓഫ് എന്ന് പറയുന്ന സംഭവം ഇല്ല സൺഡേയിൽ. ഇങ്ങനെ കുറച്ച് നാളങ്ങ് പോയി കഴിഞ്ഞപ്പോൾ ദൈവാത്മാവ് ഞങ്ങളോട് ഇടപെട്ടു. ഇത് മുന്നോട്ട് പോകുന്നത് ദൈവഹിതം അല്ലാന്ന് ഞങ്ങൾക്ക് മനസ്സിലായി. ഞങ്ങൾ കുടുംബമായിട്ട് എടുത്ത തീരുമാനമാണ്. അങ്ങനെ RCCയിലെ ജോലി റിസൈൻ ചെയ്തു. അതും ഒരുപാട് കോളിളക്കങ്ങൾ ഞങ്ങളുടെ കുടുംബക്കാരുടെ ഇടയ്ക്ക് ഉണ്ടാക്കിയതാണ്. സായിച്ചാനും ജോലിയിൽ നിന്ന് മാറി ഒരു ബിസിനസ്സിലേക്ക് കടന്നു. അത് തുടങ്ങുന്നേ ഉള്ളൂ. ഞാനിപ്പം ജോലി അങ്ങ് റിസൈൻ ചെയ്തു. പക്ഷേ ഞാനിങ്ങനെ ഓർക്കുവാണ്, മൂത്ത മോന് അവൻ UKGയിലേക്ക് കയറിയ സമയമാണ്. അവൻ സ്കൂളിൽ നിന്ന് വരുമ്പോൾ ഞാൻ പോവുകയാണ്, ഈവനിങ് ഡ്യൂട്ടിക്ക് പോവുകയാണ്, അല്ലെങ്കിൽ നൈറ്റിന് പോവുകയാണ്. അപ്പം കുഞ്ഞുങ്ങളുടെ കാര്യം ചിന്തിച്ചപ്പോഴും സഭയിലെ കാര്യം ചിന്തിച്ചപ്പോഴും നമുക്ക് മറ്റൊരു ഓപ്ഷൻ ഉണ്ടായിരുന്നില്ല. ഞങ്ങൾ ദൈവത്തിൽ ആശ്രയിച്ച് ഞങ്ങൾ ആ തീരുമാനം എടുത്തു, ജോലി ക്വിറ്റ് ചെയ്തു. പക്ഷേ നമ്മൾ ദൈവത്തെ മാനിച്ചൊരു സ്റ്റെപ്പ് എടുത്താൽ ദൈവം നമ്മളെ കരുതും എന്നുള്ളത് എൻ്റെ ജീവിതാനുഭവം തന്നെയാണ്. ഞാൻ എത്ര അത് കഴിഞ്ഞ് ഞാൻ പിന്നെ വീട്ടിലെ കുഞ്ഞുങ്ങളെയൊക്കെ നോക്കിയിരുന്നു. ആ സമയത്ത് വെറുതെ ഇരുന്നപ്പം MSc എൻട്രൻസ് എന്നൊക്കെ കണ്ടു. അതുവരെ ഞാൻ ഇതിനെപ്പറ്റി ചിന്തിച്ചിട്ടില്ല. BSc കഴിഞ്ഞ് 13 വർഷം കഴിഞ്ഞു. MSc എൻട്രൻസ് എന്ന് പറഞ്ഞാൽ ഒരുപാട് പേര് കഷ്ടപ്പെട്ടാൽ മാത്രം കിട്ടുന്നതാണ് അവിടെ ഒരു അഡ്മിഷൻ. അന്നത്തെ കാലത്ത്, ഇന്നങ്ങനെയല്ല കേട്ടോ. അന്നത്തെ കാലത്ത് അങ്ങനെ കിട്ടുള്ളൂ. അതിന് ഗവൺമെൻറ്റിൽ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പം സാജാൻ എന്നോട് പറഞ്ഞു, ചുമ്മാ ഇരിക്കും, എന്തെങ്കിലുമൊക്കെ ആൾക്കാർ ചോദിച്ചാൽ എന്താ ഇതെന്നൊക്കെ പറയാമല്ലോ, വെറുതെ പഠിച്ചെന്ന് എഴുതെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ വെറുതെ പഠിച്ച് അങ്ങനെ എഴുതി. പക്ഷേ നമ്മൾ പരീക്ഷയ്ക്ക് പോകുമ്പോഴും പ്രാർത്ഥിച്ചു, കർത്താവേ ദൈവഹിതമാണെങ്കിൽ മാത്രം തന്നാൽ മതി, കാരണം എനിക്ക് പഠിക്കാൻ പറ്റുമോ എന്നറിയില്ല. 13 വർഷത്തെ ഗ്യാപ്പ്, ഭയങ്കര ടഫ് കോഴ്സ്, അങ്ങനെയൊക്കെ. പക്ഷേ ഞാൻ ചുരുക്കി പറയട്ടെ, ദൈവം അതെനിക്ക് തന്നു. ദൈവം തന്നെന്ന് ഞാൻ പറയുള്ളൂ, ഞാൻ നേടിയെടുത്തെന്ന് പറയില്ല. എനിക്ക് MSc എൻട്രൻസ് ഞാൻ ക്ലിയറായി ട്രിവാൻഡ്രം മെഡിക്കൽ കോളേജിൽ തന്നെ എനിക്ക് കിട്ടിയത് കൊണ്ട് മാത്രം ഞാൻ MScക്ക് പോയി. MScക്ക് പോയപ്പം ചെന്ന് കിട്ടുന്ന അടുത്ത അത്ഭുതം എന്ന് പറഞ്ഞാൽ എനിക്ക് അവിടെ സ്റ്റൈഫൻഡ് ഉണ്ടെന്ന് പോലും അറിയില്ല കേട്ടോ. ഞാനൊന്നും അറിഞ്ഞൊന്നുമല്ല പോയത്. ഞാൻ അതിനെപ്പറ്റി ഒന്നും ചോദിച്ചില്ല എന്നുള്ളതാണ് സത്യം. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴാണ് സ്റ്റൈഫൻഡ്, അതിന് ഞങ്ങൾ ചെല്ലുമ്പോൾ അവിടെ സ്ട്രൈക്ക് നടക്കുന്നു. അതായത് സ്റ്റൈഫൻഡ് പോരാന്ന് പറഞ്ഞ് പ്രീവിയസ് ബാച്ചുകാർ സ്ട്രൈക്ക് ചെയ്ത് ഞാൻ ചെന്ന് ആദ്യത്തെ മാസം എനിക്ക് കിട്ടുന്ന ആ സ്റ്റൈഫൻഡ് എന്ന് പറയുന്ന RCCയിൽ എനിക്ക് അന്ന് കിട്ടിയിരുന്ന സെയിം സാലറി. അപ്പോൾ 2 വർഷം ആ സെയിം സാലറി അല്ലെങ്കിൽ സെയിം ഇക്കണോമിക് ബാക്ക്ഗ്രൗണ്ടിൽ ആ കോഴ്സ് കംപ്ലീറ്റ് ചെയ്യാൻ ദൈവം കൃപ വന്നു. അന്ന് മുതൽ ഇങ്ങോട്ട് ഞാനിപ്പോഴൊരു ടീച്ചറായിട്ടാണ് വർക്ക് ചെയ്യുന്നത്.
അപ്പോൾ അതിൻ്റെതായ കുറേ നന്മകൾ എനിക്ക് അനുഭവിക്കാൻ പറ്റി. ഒരു ടീച്ചറായതുകൊണ്ട് തന്നെ വീട്ടിലെ പഠനാന്തരീക്ഷത്തിൽ അത് കുറേ കുട്ടികളെ ഇൻഫ്ലുവൻസ് ചെയ്തു. പിന്നെ കുഞ്ഞുങ്ങൾ പോകുന്ന സമയത്ത് എനിക്ക് പോയാൽ മതി, അവർ വരുമ്പോൾ ഞാൻ വീട്ടിലുണ്ട്, സൺഡേ കംപ്ലീറ്റ് ഓഫാണ്, എപ്പോൾ വേണമെങ്കിലും ലീവ് എടുക്കുന്നതിന് വലിയ ബുദ്ധിമുട്ടില്ല. അങ്ങനെ ഞാനിപ്പം അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. തന്നെയല്ല, ഞാൻ ഈ ജോലി സഹിച്ചാൻ അതിന് കഴിഞ്ഞിട്ട് വേലയ്ക്ക് തീരുമാനം എടുത്ത് മാറി അതേ ദിവസം ഞാനും വേലയ്ക്ക് തീരുമാനം എടുത്ത ആളാണ് കേട്ടോ, ജോലിയൊക്കെ കളഞ്ഞ് വേലയ്ക്ക് ഇറങ്ങാമെന്ന്. പക്ഷേ ഇങ്ങനെ ആലോചിച്ചപ്പം, ഞങ്ങൾ ഒരുമിച്ച് ആലോചിച്ചപ്പോൾ ഞാൻ വേലയ്ക്ക് തീരുമാനം എടുത്ത് വീട്ടിൽ ഇരിക്കുന്നതിനേക്കാൾ ഒരു പക്ഷേ കൂടുതൽ എനിക്ക് വേല ചെയ്യാൻ സാധിക്കുന്നത് എൻ്റെ ജോലി സ്ഥലത്താണെന്ന് മനസ്സിലായപ്പം അങ്ങനെ തൽക്കാലം കണ്ടിന്യൂ ചെയ്യാന്നുള്ള രീതിയിലാണ് ഞാനിപ്പോൾ മുന്നോട്ട് പോകുന്നത്. അതായത് കോളേജിലായതുകൊണ്ട് സ്റ്റുഡൻസിൻ്റെ ഇടയ്ക്ക്, കൊളീഗ്സിൻ്റെ ഇടയ്ക്കൊക്കെ സുവിശേഷം പറയാൻ, പേഷ്യൻസിൻ്റെ ഇടയ്ക്ക് സുവിശേഷം പറയാൻ, ഒത്തിരി പേർക്ക് ആ രീതിയിൽ ദൈവത്തിന് നമ്മളെ ഉപയോഗിക്കാൻ പറ്റുമെന്ന് മനസ്സിലായതുകൊണ്ട് അങ്ങനെ കണ്ടിന്യൂ ചെയ്യണം. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, ജോലിക്ക് പോകുന്നത് ദൈവഹിതമാണോ എന്ന് ചോദിച്ചാൽ അത് ഓരോരുത്തരുടെ വ്യക്തിപരമായ ജീവിതത്തിൽ നമ്മൾ ദൈവത്തോട് ചോദിച്ച് ആലോചന പ്രാപിക്കേണ്ട വിഷയമാണ്. രണ്ട് കാര്യം നമ്മൾ ഉറപ്പുവരുത്തിക്കണം. ഞാൻ ജോലിക്ക് പോകുന്നത് എന്തിനാണ്, അതിൻ്റെ പർപ്പസ് കൃത്യമായിട്ട് നമ്മൾ ചിന്തിക്കണം. എന്തിനാണ് ഞാൻ ജോലിക്ക് പോകുന്നത്? എനിക്ക് കുറേ ലാവിഷായിട്ട് ജീവിക്കാനാണോ? എനിക്ക് ഒരു ആത്മസാക്ഷാത്കാരത്തിനാണ്. ചിലരങ്ങനെ പറയും, എനിക്കെല്ലാം ഉണ്ട്, പക്ഷേ എനിക്ക് എൻ്റെതായ ഒരു വിലയ്ക്ക് വേണ്ടി ഞാൻ ജോലിക്ക് പോകുന്നത്, അങ്ങനെയാണോ? അതോ നമ്മൾ നേരത്തെ കണ്ട കുറേ കാര്യങ്ങൾ കുടുംബത്തിൻ്റെ നന്മയ്ക്ക് വേണ്ടിയിട്ടാണോ ഞാൻ ജോലിക്ക് പോകുന്നത്? അങ്ങനെ ജോലിക്ക് പോവുകയാണെങ്കിൽ ഈ രണ്ട് ഉത്തരവാദിത്വം നമ്മൾ മറന്നു പോരുത്. ദൈവത്തോടുള്ള ഉത്തരവാദിത്വം ഒന്നാമതുണ്ട്. നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിൽ, നമ്മുടെ പേഴ്സണൽ ലൈഫിൽ, നമ്മുടെ പ്രാർത്ഥനാ ജീവിതം, നമ്മുടെ ബൈബിൾ പഠനം, കൂട്ടായ്മകൾ, അതായത് സഭയിലെ എല്ലാ കൂട്ടായ്മകൾ, ക്യാമ്പുകൾ, ഇതൊന്നും മുടങ്ങിയുള്ളൊരു ജോലിക്ക് പോകുന്നത് ഒരിക്കലും നന്മയായിരിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. നമ്മൾ ശക്തിപ്പെടേണ്ട ആവശ്യമുണ്ട് അല്ലേ? നമ്മൾ ആത്മീയമായിട്ട് ശക്തിപ്പെടാൻ നമുക്ക് സാഹചര്യം ഉണ്ടാവണം. അതോടൊപ്പം നമ്മുടെ കുടുംബത്തിൻ്റെ എല്ലാ ആവശ്യങ്ങളും, കുഞ്ഞുങ്ങളുടെ ആവശ്യവും ഭർത്താവിൻ്റെ ആവശ്യവും, വീട്ടിൽ ആരൊക്കെയുണ്ടോ അവരുടെ എല്ലാം ആവശ്യങ്ങളും നമുക്ക് സാധിപ്പിച്ച് കൊടുക്കാമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് ജോലിക്ക് പോകാമെന്ന് ഞാൻ ധൈര്യത്തോടെ പറയട്ടെ. അപ്പോൾ ഈ മുൻഗണന മാറിപ്പോകാൻ ഇടയാവരുത്. ഈ സ്ത്രീകൾ കാശുണ്ടാക്കാൻ വേണ്ടി ജോലിക്ക് പോയി ഗൾഫിലൊക്കെ അല്ല പല രാജ്യങ്ങളിലൊക്കെ പോയി ഒറ്റയ്ക്ക്, കുടുംബമായിട്ട് പോകുന്നതിനല്ലേ ഞാൻ പറയുന്നത്, ഒറ്റയ്ക്ക് പോയി അങ്ങനെ ഇഷ്ടംപോലെ കാശ് നാട്ടിലേക്ക് അയക്കുന്നുണ്ടല്ലേ. അങ്ങനെ അയച്ച് അവർ വലിയ നല്ല കെട്ടിടങ്ങളൊക്കെ പണിയുന്നുണ്ടാവാം. പക്ഷേ ആ കെട്ടിടത്തിൽ താമസിക്കാൻ പറ്റുന്നുണ്ടോ എന്നുള്ളത് ഭാവിയിൽ നമ്മളത് കാണുന്ന കാര്യമാണ്. ഓട്ടക്കലത്തിലിടുന്ന പോലെ ഉണ്ടാവുള്ളൂ ആ സമ്പാദ്യങ്ങളെല്ലാം എന്ന് നമ്മൾ ഓർക്കണം. മനോഹരമായ വീട് വെക്കാൻ പറ്റിയെന്ന് വരും, പക്ഷേ കുടുംബം പൊളിഞ്ഞു പോയിക്കൊണ്ടേയിരിക്കുമായിരിക്കും. രണ്ടും രണ്ടല്ലേ? വീട് കെട്ടിടമാണെങ്കിൽ കുടുംബമെന്ന് പറയുന്നത് അവിടെ കൂടി വരുന്ന ആൾക്കാർ ചേരുന്നതാണ് കുടുംബം. ഇനി നമുക്ക് അടുത്തൊരു കാര്യം നോക്കാം, ഇതിനോട് ചേർന്ന് തന്നെയാണ്. 27-ൻ്റെ ബി പാർട്ട് നോക്കാം. 27-ൻ്റെ ബി പാർട്ട്, വെറുതെ ഇരുന്ന് അഹോവൃത്തി കഴിക്കുന്നില്ല എന്നവിടെ കാണുന്നു. അധ്വാനത്തിനെ പറ്റിയാണ് നമ്മൾ പറഞ്ഞു വരുന്നത് കേട്ടോ. അധ്വാനത്തിൻ്റെ മഹത്വം നമ്മൾ കണ്ടത്. വീടിന് പുറത്ത് ജോലിക്ക് പോകുന്നില്ല, ശരി, വീട്ടിൽ തന്നെ ഇരിക്കുവാണ്, നമുക്ക് ആവശ്യമില്ല, നമ്മൾ പോകുന്നില്ല. പക്ഷേ നമ്മൾ വെറുതെ ഇരുന്ന് അഹോവൃത്തി കഴിക്കരുതെന്നല്ലേ ഇവിടെ വചനത്തിൽ പറയുന്നത് അല്ലേ? ഉത്തമയായ സ്ത്രീയെ പറ്റി പറയുമ്പോഴാണ് വെറുതെ ഇരുന്ന് അഹോവൃത്തി കഴിക്കുന്നില്ല. നമുക്ക് ഇഷ്ടംപോലെ സമയം കണ്ടെത്താൻ പറ്റുമല്ലേ നമ്മുടെ വീട്ടിലിരിക്കുമ്പോൾ? പ്രത്യേകിച്ചും പണ്ടത്തെ കാലത്തെ പോലെയല്ല. ഇന്ന് വീട്ടിലെ ജോലികൾ ഒരുപാടുണ്ട്, ശരിയാണ്, പക്ഷേ അത് വളരെ സിമ്പിളായിട്ട് ചെയ്ത് ഒതുക്കാവുന്നതേ ഉള്ളൂ. നമുക്ക് മിക്സി ഉണ്ട്, പൈപ്പ് സിസ്റ്റം ഉണ്ട്, സ്റ്റൗ ഉണ്ട്, ഗ്രൈൻഡറുണ്ട്, എല്ലാം ഉണ്ടല്ലേ. അപ്പോൾ നമുക്കിങ്ങനെ എപ്പോഴും അടുക്കളയിൽ കിടന്ന് പണിയേണ്ട ആവശ്യമൊന്നുമില്ല. ജോലികൾ എത്രയും വേഗം ചെയ്ത് തീർത്ത് എന്തെനിക്ക് ഇനിയും ചെയ്യാൻ പറ്റും. വെറുതെ ഇരുന്ന് അഹോവൃത്തി കഴിക്കേണ്ടവളല്ല ഞാൻ എന്നുള്ളൊരു ബോധ്യം എല്ലാ സഹോദരിമാർക്കും ഉള്ളത് നല്ലതാണ്. വീട്ടിൽ തന്നെ ചെയ്യാവുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. ഭർത്താവിനൊരു താങ്ങായിട്ട് ചെയ്യാവുന്ന കാര്യങ്ങളുണ്ട്. നമ്മുടെ മറ്റൊരു കാര്യം അഫക്റ്റഡ് ആവാതെ. ഇപ്പോൾ ഒരുപാട് സഹോദരിമാർ അങ്ങനെയൊക്കെ മുന്നിട്ട് ഇറങ്ങുന്നുണ്ട്. കേക്ക് നിർമ്മിക്കുന്ന സഹോദരിമാരുണ്ട്, അതുപോലെ തയ്യൽ വേല അല്ലേ. അതുപോലെ ഇപ്പം ഗാർഡനിങ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിരിക്കും. നമ്മൾ കുറേ തൈകൾ നട്ടു വളർത്തി വിറ്റാൽ അതൊക്കെ ഇപ്പം വളരെ പോപ്പുലറാണ്. അങ്ങനെ ഒരുപാട് മേഖലകൾ നമുക്ക് കണ്ടെത്താം. അത് വളരെ നല്ലതാണ്. നമുക്ക് ഈ വചനത്തിൽ നിന്ന് ചിന്തിക്കാം. ഇനി ഞാൻ ഇച്ചിരി സ്പീഡിൽ പോട്ടെ. രണ്ടാമത് എനിക്ക് പറയാനുള്ളത് നിരീക്ഷണ പാഠവത്തെ പറ്റിയാണ്. അപ്പോൾ ആദ്യം നമ്മൾ കഠിനാധ്വാനം, അതിൻ്റെ ആറ്റിറ്റ്യൂഡ് മേഖലകളാണ് പറഞ്ഞത്. ഇനി നിരീക്ഷണ പാഠവും 27-ാമത്തെ വാക്യത്തിൻ്റെ എ പാർട്ടാണ്. വീട്ടുകാരുടെ പെരുമാറ്റം അവൾ സൂക്ഷിച്ചു നോക്കുന്നു. ഇന്നത്തെ സ്ഥിതി പറഞ്ഞാൽ തമ്മി കാണുന്ന പോലും ഇല്ലല്ലേ, പിന്നെയാ സൂക്ഷിച്ചു നോക്കും. തമ്മി കാണുന്നതിൻ്റെ സംശയം. എന്താ ഇവിടെ അർത്ഥമാക്കുന്നത്? ഓരോ വ്യക്തിയുടെയും ജീവിതത്തിൽ ഇടപെടുന്നു, അവരുടെ കാര്യങ്ങൾ ശ്രദ്ധിക്കുന്നു, ആവശ്യങ്ങൾ അറിയുന്നു. അതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അവരിലുള്ള വ്യത്യാസം നമുക്ക് അപ്പോൾ വേഗം മനസ്സിലാക്കാൻ പറ്റും. ഈവൻ ശാരീരിക മാറ്റങ്ങൾ മനസ്സിലാക്കാൻ പറ്റും. ഒരു കൊച്ച് ക്ഷീണിച്ച് വരുവാണെങ്കിൽ ആദ്യം അത് ഐഡൻറ്റിഫൈ ചെയ്യുന്ന ആരായിരിക്കും?
അമ്മയാണല്ലേ. ഹസ്ബൻഡിന് നേരത്തെ ഇല്ലാത്ത എന്തെങ്കിലും മാറ്റം ശരീരത്തിൽ അതൊക്കെ നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. അപ്പം നമ്മളിങ്ങനെ പറയുമല്ലേ, സൂചി കൊണ്ടെടുക്കുന്നത് തൂമ്പ കൊണ്ടെടുക്കാൻ വെച്ചുകൊണ്ടിരിക്കരുത്. അപ്പോൾ സൂചി കൊണ്ടെടുക്കുമ്പോഴേ എടുക്കണമെങ്കിൽ നമ്മളത് കണ്ടെത്തിയാലേ പറ്റൂ. നിരീക്ഷണ പാടവം, ഒബ്സർവേഷൻ സ്കില്ല് നമ്മൾ ഡെവലപ്പ് ചെയ്യണം. ഇപ്പോൾ ഒരു പനി വന്നു, മഞ്ഞപ്പിത്തം വന്നു, ഒക്കെ സിമ്പിളായിട്ട് പോകേണ്ടതാണ്. ചിലപ്പോൾ അത് മരണത്തിന് വരെ ഇക്കാലത്ത് ഇടയാക്കുന്നുണ്ട്. അപ്പം നമ്മൾ ശാരീരികമായിട്ട് വളരെ ശ്രദ്ധിക്കണം, ലക്ഷണങ്ങളെ ശ്രദ്ധിക്കണം. അതുപോലെ തന്നെയാണ് സ്വഭാവത്തിലെ വ്യത്യാസങ്ങൾ. പെട്ടെന്നൊരു ചേഞ്ച് സ്വഭാവത്തിൽ വന്നാൽ, പ്രത്യേകിച്ചും കൗമാരത്തിലേക്ക് യൗവനത്തിലേക്ക് കിടക്കുന്ന മക്കളുള്ള അമ്മമാർ, ഈവൻ ഭാര്യമാർ, ഭർത്താക്കന്മാരിൽ എപ്പോഴും ഒരു ശ്രദ്ധ വേണം. എന്തായാലും പെട്ടെന്നൊരു ചേഞ്ച് ഉണ്ടോ? അതായത് ചില കുട്ടികൾ കോളേജിൽ പോകാൻ മടിയായിരുന്നു, ഉന്തിത്തള്ളി വിട്ടുകൊണ്ടിരുന്ന ആൾ ഇപ്പോൾ 2-3 ദിവസമായിട്ട് ഭയങ്കര ഉത്സാഹം, നല്ല ഒരുങ്ങി സമയത്തിന് മുന്നേ ഒക്കെ കോളേജിൽ പോകാൻ ഇറങ്ങുന്നു. അമ്മ സന്തോഷിച്ചിരുന്നാൽ പോരാ, അമ്മയ്ക്കൊരു എക്സ്ട്രാ സെൻസ് അവിടെ വർക്ക് ചെയ്യണം. പഠിക്കാൻ തന്നെയാണോ ഈ പുറപ്പാട് എന്നുള്ളൊരു ചിന്ത വേണം. അപ്പം അങ്ങനെയുള്ളൊരു ഒബ്സർവേഷൻ വേണം. അതുപോലെ തന്നെയാണ് പെട്ടെന്ന് നല്ല ആക്റ്റീവായിരുന്ന കുട്ടി, അല്ലെങ്കിൽ വീട്ടിലെ ആരും ആവട്ടെ, പെട്ടെന്നൊരു മ്ലാനത, ഒരു നിരാശ, അതുപോലെ പെട്ടെന്ന് ഇറിറ്റേറ്റഡ് ആവുക, സ്വഭാവത്തിൽ ഭയങ്കര ചേഞ്ച് വരുന്നു. അതെല്ലാം എന്തെങ്കിലും അതിന് ഉള്ളിലൊരു കാരണം ഉണ്ടാവും. നിരീക്ഷിച്ചാലല്ലേ നമുക്കത് കാരണം എന്താണെന്ന് കണ്ടുപിടിക്കാനുള്ള അടുത്ത സ്റ്റെപ്പ് എടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ മുളയിലേ നുള്ളിക്കളയാനുള്ളത് നുള്ളിക്കളയണമെങ്കിൽ മുള വരുന്നത് നമ്മൾ ശ്രദ്ധിക്കണ്ടേ, നമ്മൾ ശ്രദ്ധിക്കണം. അപ്പം നമ്മളിങ്ങനെ അതിനൊക്കെ നമുക്ക് സമയം കണ്ടെത്തണം. ഒരു ക്വാളിറ്റി ടൈം വിത്ത് ഈച്ച് പേഴ്സൺ ഇൻ ദ ഫാമിലി. വീട്ടിലുള്ള ഓരോ ഭർത്താവിന്, കുഞ്ഞുങ്ങൾ, പേരൻസ്, ഇവരൊക്കെ ഉണ്ടെങ്കിൽ എല്ലാവരുടെയും അടുത്ത് ഒരു ക്വാളിറ്റി ടൈം, വെറുതെ ഉള്ള സമയമല്ല, നമ്മളവരെ കരുതുന്ന ഒരു സമയം തീർച്ചയായിട്ടും വേണം. അപ്പോൾ നമ്മളിങ്ങനെ, നിങ്ങൾ ഓർത്ത് വയ്ക്കുക, പെരുമാറ്റം സൂക്ഷിച്ച് നോക്കണമെന്ന് പറഞ്ഞു. നമ്മളിങ്ങനെ പോയി സൂക്ഷിച്ച് ഒരാളെ നോക്കിയാൽ നമുക്ക് ആകെ ഇറിറ്റേഷൻ വരും അല്ലേ. എപ്പോഴും ഇങ്ങനെ ഒരു പോലീസിങ് റോളിൽ പെട്രോൾ നടത്തുന്ന പോലെ, രാത്രിയിൽ ഇങ്ങനെ പോലീസ് പെട്രോൾ നടത്തുന്ന പോലെ അല്ല ഇത് ഉദ്ദേശിക്കുന്നത്. അതിന് പകരം ആ ഒരു പിക്ചർ നമ്മുടെ മനസ്സിൽ നിന്ന് പോട്ടെ. പോലീസ് നോക്കുന്ന നിരീക്ഷണമല്ല. ഒരു തോട്ടക്കാരൻ തൻ്റെ തോട്ടത്തിലെ ചെടികളെ നോക്കുന്നത് എങ്ങനെയാണ്? ചെടികളുടെ അടുത്ത് പോയി അല്ലേ, വല്ല പുഴുവൊക്കെ ഉണ്ടെങ്കിൽ അതിനെ ഞെരിച്ച് കളഞ്ഞാൽ പിന്നെ ആ ചെടി ബാക്കി കേടാവാതെ ഇരിക്കും. ഓരോ ചെടിയുടെ അടുത്ത് പോയി അതിനെന്തെങ്കിലും പ്രശ്നമുണ്ടോ, വാട്ടമുണ്ടോ, പുഴുക്കുത്തുണ്ടോ എന്നൊക്കെ നോക്കുന്ന ആ ഒരു മനോഭാവത്തോടെ ആയിരിക്കണം നമ്മൾ വീട്ടിലുള്ളവരുടെ പെരുമാറ്റം സൂക്ഷിച്ച് നോക്കേണ്ടത്. ഇനി അടുത്ത ഒരു മേഖല സംസാരത്തിൻ്റെ മേഖലയാണ്. ഞാൻ അതൊന്നും പറയുന്നില്ല, കാരണം ആവശ്യത്തിലേറെ നമ്മൾ സംസാരത്തെ പറ്റി നമുക്ക് ലിസിസ് അവർ പറഞ്ഞു തന്നു. അവിടെ നമ്മൾ 26-ാമത്തെ വാക്യത്തിൽ കാണുന്നു, അവൾ ജ്ഞാനത്തോടെ വായി തുറക്കുന്നു, ദയുള്ള ഉപദേശം അവളുടെ നാവിന്മേലുണ്ട്. അപ്പം ജ്ഞാനത്തോടെ വേണം വായി തുറക്കാൻ. എങ്ങനെയൊക്കെയാണ് നമ്മൾ കേട്ടു, ദയുള്ള ഉപദേശത്തിൻ്റെ പ്രാധാന്യം നമ്മൾ കേട്ടു. ഒരു വാക്യം മാത്രം ഞാൻ പറയട്ടെ. സദൃശവാക്യങ്ങൾ 25-24 പറയുന്നു, ശണ്ട കൂടുന്ന സ്ത്രീയോടുകൂടി പൊതുവീട്ടിൽ പാർക്കുന്നതിനേക്കാൾ മേൽപ്പുരയുടെ ഒരു കോണിൽ പാർക്കുന്നത് നല്ലത്. വായിക്കുമ്പോൾ എപ്പോഴും ഒരു ഹാസ്യാത്മകമായിട്ടാണ് എഴുതിയിരിക്കുന്നതെങ്കിലും വളരെ സത്യമാണല്ലേ. എപ്പോഴും ശണ്ട കൂടുന്ന സ്ത്രീയുടെ കൂടെ, അത് കുടുംബം പണിതുകൊണ്ടിരിക്കുകയാണ് നമ്മൾ ശ്രമിക്കുന്നത്, പക്ഷേ വീട്ടിൽ ആൾ കയറി വരുന്നില്ല. ചില ഭർത്താക്കന്മാർ അങ്ങനെയുണ്ട്, കണ്ടിട്ടുണ്ടാവും അല്ലേ. സന്ധ്യയ്ക്ക് രാത്രിയായാലും വീട്ടിൽ പോകാൻ ഇഷ്ടമില്ലാതെ കവലെ കൂടെ ചുറ്റിക്കറങ്ങുന്ന ആൾക്കാരുണ്ട്. വീട്ടിൽ ചെന്നാൽ പിന്നെ ശല്യമാണ് എന്ന് വിചാരിക്കുന്നവർ. അപ്പം അങ്ങനെയല്ല നമ്മൾ ആയിരിക്കേണ്ട. പരിജ്ഞാനമുള്ള അധരങ്ങൾ വിലയേറിയ ആഭരണം. നമ്മൾ വിലയേറിയ ആഭരണം അല്ലെങ്കിൽ വിലയുള്ളതായിട്ട് മൊഴിക്കേണ്ട കാര്യങ്ങളാണ് നമ്മുടെ വായിൽ നിന്ന് വരേണ്ടത്. അപ്പോൾ ദയയോടെ മറ്റുള്ളവരെ മനസ്സിലാക്കി സംസാരിക്കാൻ കഴിയണം. പ്രയാസപ്പെട്ടിരിക്കുന്നവർക്ക് ആശ്വാസം കൊടുക്കാൻ, തളർന്നിരിക്കുന്നവരെ ബലപ്പെടുത്താൻ വാക്കുകൾക്ക് ശക്തിയുണ്ട്. പിന്നെ ഒരൊറ്റ കാര്യം ഞാൻ പറഞ്ഞോളാം. ഇതിനോട് ബന്ധപ്പെട്ട് ഞാൻ ഈയിടെ ഒരു വീഡിയോ കണ്ടതിന് കിട്ടിയതാണ്. നമ്മുടെ പിച്ച് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ സംസാരിക്കുന്നതിൽ പിച്ച്, നമ്മൾ വാക്കുകളെ പറ്റിയൊക്കെ നമ്മൾ പറഞ്ഞിട്ട് കേട്ടല്ലോ. ഒരേ കാര്യം നമുക്ക് 2 പിച്ചിൽ സംസാരിക്കാം. അപ്പോൾ അതിനകത്ത് കേട്ടത്, സ്ത്രീകൾക്ക് പൊതുവേ ഭയങ്കര പിച്ചാണ്. നമ്മുടെ സംസാരത്തിൻ്റെ ആ പിച്ചെന്ന് പറയുന്ന സംഭവം വളരെ കൂടുതലാണ്. അതുകൊണ്ടാണ് പലപ്പോഴും മക്കളൊക്കെ ചിലപ്പോൾ അമ്മയൊന്നും ഒച്ച കുറയ്ക്കുമെന്ന് പറഞ്ഞിട്ടുണ്ടാവും മിക്കവരോടും അല്ലേ. ഇതിനാ ഇത്രയും ഒച്ച എടുക്കുന്നത്? ഞാൻ എന്നോടൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഞാൻ ഒച്ചയിലല്ലല്ലോ സംസാരിക്കും. പക്ഷെ നമ്മുടെ ടോണ്, നമ്മുടെ പിച്ചൊക്കെ എപ്പോഴും അവർക്കൊരു അരോചകമാണ്. അപ്പോൾ ഇതിനെങ്ങനെ പറയുന്നത്, നമ്മുടെ ഈ മ്യൂസിക് സിസ്റ്റത്തിൽ ബാസ് ഉണ്ട്, ട്രിബിളും ഉണ്ട്. അപ്പം ബാസ് എന്ന് പറഞ്ഞാൽ അത് മ്യൂസിക് അറിയാവുന്നവർക്ക് അറിയാമായിരിക്കും. അപ്പം നമ്മളിങ്ങനെ ബാസിൽ സംസാരിക്കില്ല, നമ്മളെപ്പോഴും ട്രിബിളിൽ സംസാരിച്ചാൽ എപ്പോഴും ട്രബിളായിരിക്കും. അതുകൊണ്ട് ഒരു കാര്യം, ഇപ്പം തന്നെ ഞാൻ നിങ്ങളോട് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ നിങ്ങൾക്ക് എന്ത് തോന്നും? നിങ്ങൾക്ക് എല്ലാവർക്കും ശ്രദ്ധിക്കാൻ തോന്നും അല്ലേ? ശ്രദ്ധിക്കണം എന്നാണ്. നിങ്ങൾ ശ്രദ്ധിച്ചുകൊണ്ടാണോ ഇരിക്കുന്നത്? പിന്നെ നിൽക്കൊന്നും എന്നാൽ പിന്നെ ഞാൻ ശ്രദ്ധിക്കുന്നില്ല, അങ്ങനെയല്ലേ മനസ്സിൽ വരുന്ന പെട്ടെന്ന്. അപ്പോൾ നമ്മൾ ഓരോ കുഞ്ഞു കാര്യമാണെങ്കിലും വലിയ കാര്യമാണെങ്കിലും നമ്മുടെ ടോൺ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. നല്ലതായിരിക്കും നമ്മൾ ശ്രദ്ധിക്കാൻ വേണ്ടി രണ്ടിടത്തും പറയുന്നത്. അപ്പോൾ നമ്മൾ ഇത്രയൊന്നും ഓർത്താൽ മതി. ലവേഴ്സ് ആയിരിക്കുന്നവർ സംസാരിക്കുന്ന അടുത്ത് നിന്നാൽ പോലും കേൾക്കാൻ പറ്റുമോ?
അവരെന്തുവാണോ സംസാരിക്കുന്നു, എന്തൊക്കെയോ സംസാരിക്കുന്നു, അങ്ങനെയൊക്കെ സീൻ നമ്മൾ കാണാറുണ്ട്. പക്ഷേ അവർ വളരെ ബാസിൽ വളരെ സോഫ്റ്റായിട്ട് സംസാരിക്കും. ഒരു 10 വർഷം കഴിഞ്ഞ് അവരുടെ വീട്ടിൽ ചെന്നാൽ അറിയാം അവരെങ്ങനെയാണ് സംസാരിക്കുന്നതെന്നല്ലേ. അപ്പോഴത്തേക്കും അതായത് നമ്മളുടെ സംസാരത്തിൻ്റെ ടോണും രീതികളും എല്ലാം വളരെ ഇമ്പോർട്ടൻ്റ് ആണെന്ന് മാത്രം ഞാനൊന്ന് ഓർപ്പിച്ചോട്ടെ. ഈ ഒച്ച ഉയർത്തി സംസാരിക്കും, മറ്റൊരാളെ തോൽപ്പിക്കാൻ വേണ്ടി പറയുന്ന പോലെയാണ് തോന്നുന്നത്. അപ്പോൾ കേൾക്കുന്ന ആൾക്കൊരു പ്രകോപനമാണ് വരുന്നത്. അതേസമയം സീരിയസ് ആയിട്ടുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ മറ്റുള്ളവർ ശ്രദ്ധിക്കണമെങ്കിൽ നമ്മൾ പതിയെ സംസാരിച്ചാൽ മതിയെന്നാണ് ഗവേഷണങ്ങൾ തെളിയിച്ചിരിക്കുന്നത്. ഡോക്ടേഴ്സ് സംസാരിക്കും, നമ്മൾ കാത് കൂർപ്പിച്ചിരിക്കില്ലേ, അവർ ഒച്ചത്തിലാണോ സംസാരിക്കുന്നത്? ഒരു പതിയെ ആയിരിക്കും സംസാരിക്കുന്നത്, നമ്മൾ ശ്രദ്ധിക്കും. അതുപോലെ വലിയ കോൺഫറൻസിലൊന്നും ആരും ഇതുപോലെ അലറത്തില്ല. അപ്പം സീരിയസ് ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ പറയുന്നത് മറ്റേ ആൾ ശ്രദ്ധിക്കണമെങ്കിൽ നമ്മൾ പതിയെ സാവധാനതയോടെ സംസാരിക്കാം. അപ്പോൾ അങ്ങനെയൊക്കെ സംസാരിച്ച കുടുംബാന്തരീക്ഷം വളരെ സുഖകരവും. ഇതിനൊക്കെ സൗമ്യതയും സാവധാനതയും ഉള്ളൊരു മനസ്സുള്ളപ്പോൾ മാത്രമേ ഈ രീതിയിൽ ബാസിലൊക്കെ സംസാരിക്കാൻ പറ്റൂ. ഇനി അടുത്തത് ഒരു വാക്യം കൂടി ജസ്റ്റ് പറഞ്ഞോട്ടെ. മൃദുവായ ഉത്തരം ക്രോധത്തെ ശമിപ്പിക്കുന്നു. സദൃശവാക്യത്തിൻ്റെ 15:1 കഠിന വാക്കോ കോപത്തെ ജ്വലിപ്പിക്കുന്നു, അല്ലേ? എണ്ണ തീയിൽ കോരി ഒഴിക്കുന്ന പോലെ ആയിരിക്കും. അപ്പോൾ ഇതിനകത്ത് ഉപദേശിക്കുന്ന കാര്യമുണ്ടല്ലോ, ഉപദേശിക്കുന്ന കാര്യം പറയാതെ പോകാൻ പറ്റില്ല. ഒരു അമ്മയുടെ ഉത്തരവാദിത്തമാണ് ഉപദേശിക്കുന്നത്. മുതിർന്ന സ്ത്രീകൾ യൗവനക്കാരത്തികളെ ഉപദേശിക്കണം. പുത്രപ്രിയമാരും അല്ലേ ഭർത്തൃപ്രിയമാരും വീട്ടുകാരും നോക്കുന്നവരും ആകുവാൻ ഉപദേശിക്കണമെന്ന് തന്നെ പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കണം, ഉപദേശിച്ചതുകൊണ്ട് ആരും നന്നാവില്ല. ഉപദേശമല്ല അവർ കേൾക്കുന്നത്, നമ്മുടെ ജീവിതമാണ് അവർ കാണുന്നത്. അവർ കാണുന്നതേ അവർ ചെയ്യൂ, നമ്മൾ പറയുന്നത് അവർ കേൾക്കത്തേയില്ല. അതുകൊണ്ട് നമ്മൾ ഭർത്തൃപ്രിയന്മാരും പുത്രപ്രിയന്മാരും വീട്ടുകാരും നോക്കുന്നവരുമായിട്ട് ജീവിച്ചാൽ കുഞ്ഞുങ്ങൾ അങ്ങനെയായിരിക്കും. എങ്കിലും നമ്മൾ ഉപദേശിക്കണം എന്ന് തന്നെയാണ്. അടുത്ത തലമുറയെ പണിയാനും കൂടി ഉള്ളൊരു ഉത്തരവാദിത്വം ഇതിൻ്റെ കൂട്ടത്തിലുണ്ട്. സദൃശവാക്യം 6:20 മുതൽ 23 വരെ നോട്ട് ചെയ്തോളൂ, വായിക്കുന്നില്ല. അവിടെ മക്കൾക്ക് കാവലായിട്ട് വഴിയിൽ ദീപമായിട്ട് ഉപദേശം ഇരിക്കണമെന്നാണ് പറയുന്നത്. നമ്മുടെ അമ്മയുടെ ഉപദേശം മക്കൾക്കൊരു കാവലാണ്, തെറ്റിപ്പോകാതിരിക്കാൻ വിടറി വീഴാതിരിക്കാനൊക്കെ ഇതാവശ്യമാണ്. ഇനി അടുത്തത് ഒരു കാര്യമുള്ളത് ഭാവിയിലേക്ക് പ്ലാനിങ് നടത്തുന്നതിനെ പറ്റിയാണ്. 4-ാമത്തായിട്ട് പറയുന്നത് 16, 21, 25 വാക്യങ്ങളിലാണതുള്ളത്. 16 പറയുന്നത് അവൾ ഒരു നിലത്തിന്മേൽ ദൃഷ്ടി വെച്ച് അത് മേടിക്കുന്നു, കൈനേട്ടം കൊണ്ട് അവളൊരു മുന്തിരിത്തോട്ടം ഉണ്ടാക്കുന്നു. 21 പറയുന്നത് തൻ്റെ വീട്ടുകാരെ ചൊല്ലി അവൾ ഹിമത്തെ പേടിക്കുന്നില്ല, അവളുടെ വീട്ടിലുള്ളവർക്കൊക്കെയും ചുവപ്പ് കമ്പിളി ഉണ്ടല്ലോ. 25 ബലവും മഹിമയും അവളുടെ ഉടുപ്പ്, ഭാവികാലം ഓർത്ത് അവൾ പുഞ്ചിരിയിടുന്നു. അപ്പം ഭാവിയിലേക്കൊരു പ്ലാനിങ് വേണമെന്നാണ് ഇവിടെ കണ്ടു. നമ്മൾ നേരത്തെ കണ്ടു അല്ലേ, ജ്ഞാനമുള്ളവർ ബുദ്ധിയുള്ളവർ പ്ലാൻ ചെയ്യും, കരുതും. അപ്പം ഭവനം എന്ന് പറയുമ്പോൾ അല്ലെ വീടെന്ന് പറയുമ്പോൾ ഇതൊരു സ്ഥിരം സംവിധാനമാണ്, അതൊരു ടെൻ്റ് അല്ല എന്ന് നമ്മൾ നേരത്തെ ചിന്തിച്ചു. അപ്പം ടെൻ്റാണെങ്കിൽ നമുക്ക് വലിയ പ്ലാനൊന്നും വേണ്ട. പക്ഷേ ഇവിടെ നമുക്ക് ഒരു താൽക്കാലികമായിട്ടല്ല, നമ്മളൊരു പെർമനൻ്റ് ആയിട്ട് സ്ഥിരം സംവിധാനമായിട്ടാണ് നമ്മൾ ഈ ഭവനം പണിയേണ്ടത്. വലിയ ലക്ഷ്യങ്ങൾ മുൻനിർത്തി വേണം നമ്മളതിൻ്റെ പണി നടത്താൻ വേണ്ടി. ഒരു ഭാവി മുന്നിൽ കണ്ടുകൊണ്ട് പണിയണം. സാമ്പത്തികമായിട്ട് ചിന്തിച്ചാൽ അല്ലേ, ഇന്ന് അടിച്ചു പൊളിച്ച് എങ്ങനെ അങ്ങ് കഴിയുന്ന ഒരുപാട് കുടുംബങ്ങളുണ്ട്. ഇന്നത്തെ കാര്യം, ഇന്നത്തെ ആവശ്യങ്ങൾ ഏറ്റവും നന്നായിട്ട് അങ്ങ് നടത്തുക എന്ന് ചിന്തിച്ചുകൊണ്ട്, അത് ഇന്നത്തെ ലോകവും അങ്ങനെ നമ്മളെ ഹെൽപ്പ് ചെയ്യും. ഒരു സാധനം മേടിക്കണമെങ്കിൽ പോലും നമ്മളെ കൊണ്ട് മേടിപ്പിക്കും അല്ലേ. കാരണം എന്താ, EMI ഓഫർ, നിങ്ങളിപ്പോൾ 0 പൈസ, നിങ്ങൾ ഒരു പൈസയും തരേണ്ട, മാസം കൊടുത്താൽ മതി. കേൾക്കുമ്പോൾ നമുക്ക് വളരെ ആകർഷണീയമാണ്. സാധനം കിട്ടുമല്ലോ, അപ്പോൾ അതൊക്കെ കൊടുത്താൽ മതിയല്ലോ. പക്ഷേ ഇങ്ങനെ പല രീതിയിൽ പല സ്ഥലത്ത് EMI എടുത്തെടുത്ത് അവസാനം മാസം തുടക്കത്തിൽ ശമ്പളത്തിൽ പിന്നെ ആ ആഴ്ചയിലെ ചിലവിന് പോലും പൈസ തികയാത്ത ഒരുപാട് കുടുംബങ്ങളുണ്ട്. ഒരുപാട് ആത്മഹത്യകളുടെ മെയിൻ കാര്യം സാമ്പത്തിക അച്ചടക്കം ഇല്ലായ്മയാണ്. ചില സഹോദരന്മാരെ ഷോപ്പിങ്ങിന് കൊണ്ടുപോകില്ല, അവർക്ക് പേടിയാണ് കൊണ്ടുപോകാൻ. കാരണം എന്താ, അവർ പോയാൽ വേണ്ടതും വേണ്ടാത്തതും എല്ലാം മേടിക്കുമെന്നാണ്. ഞാൻ അങ്ങനെ ഒരു സഹോദരൻ തന്നെ പറയുന്നത് ഈ അടുത്ത നാളിൽ കേട്ടു. നമ്മൾ എന്ത് ചെയ്യണം, നമ്മുടെ വളരെ ഉത്തരവാദിത്വമാണ് കരുതുക എന്നുള്ളത്. സഹോദരന്മാരെക്കാൾ ഉപരി സഹോദരിമാർക്കാണ് അതിന് ദൈവം കഴിവ് കൊടുത്തിരിക്കുന്നത് കേട്ടോ. ഇങ്ങനെ കരുതാൻ, ഭാവിയെപ്പറ്റി ചിന്തിക്കാൻ, കരുതാൻ. അപ്പോൾ നമ്മൾ വേണം മുൻകൈ എടുക്കാൻ. ആവശ്യങ്ങൾ മാത്രം നടത്തുക, ആഡംബരങ്ങളുടെ പുറകെ പോകാതിരിക്കുക. മക്കളുള്ളവർ അവരുടെ പഠനത്തെപ്പറ്റി, അവരുടെ വിവാഹ വിഷയത്തെപ്പറ്റിയൊക്കെ നമുക്ക് മനസ്സിൽ ചിന്ത വേണം, ആകുലം വേണ്ട, ചിന്തയുണ്ടാവണം, കരുതലുണ്ടാവണം എന്നുള്ളത്. ഭർത്താക്കന്മാർ അത് ഓർപ്പിക്കുക എന്നൊക്കെയുള്ളത് നല്ല കാര്യമാണ്. അത് നമുക്കറിയാം. സാമ്പത്തിക മേഖല എപ്പോഴും കേൾക്കുന്നു. ആത്മീയ മേഖലയിൽ നമുക്കൊരു പ്ലാൻ വേണ്ടേ? പ്ലാൻ ഉണ്ടോ നമുക്ക്? അതോ ഇന്നിപ്പോൾ നമ്മൾ ജീവിക്കും, നമുക്കൊക്കെ ഒരു സെറ്റപ്പ് ഉണ്ടല്ലേ, ഇന്നത്തെ പോലെ തന്നെ അങ്ങ് പോകണം മുന്നോട്ട്, അത്രേ നമ്മൾ ചിന്തിക്കുന്നുള്ളൂ? അതോ ഭാവിയെപ്പറ്റി നമുക്ക് നല്ല നല്ല പ്ലാനുകളുണ്ടോ? നമ്മുടെ കുടുംബത്തെപ്പറ്റി നല്ല ലക്ഷ്യങ്ങൾ കർത്താവിന് വേണ്ടി നമ്മൾ വെച്ചിട്ടുണ്ടോ? സുവിശേഷ വേലയ്ക്ക് വേണ്ടി നമുക്ക് എന്തെങ്കിലും പ്ലാനുണ്ടോ നമ്മുടെ കുടുംബത്തെപ്പറ്റി?
ആദ്യം അത് നമുക്കുണ്ടാവണം, എങ്കിലേ നമുക്ക് കുടുംബത്തിൽ അങ്ങനെ ഒരു പ്ലാൻ സെറ്റ് ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ. നമുക്ക് അങ്ങനെ ഒരു പ്ലാൻ ഉണ്ടെങ്കിൽ എനിക്ക് കർത്താവിന് വേണ്ടി കൂടുതൽ പ്രയോജനപ്പെടണം, എനിക്ക് കൂടുതൽ സുവിശേഷ വേലയിൽ പങ്കുണ്ടാവണം എന്ന് നമ്മൾ ആഗ്രഹിച്ചാൽ, നമ്മളതിന് സെറ്റ് ചെയ്താലേ നമുക്ക് ഭർത്താവിനെ ഉത്സാഹിപ്പിക്കാൻ പറ്റുള്ളൂ. കുഞ്ഞുങ്ങളെ നമുക്ക് അതിനായിട്ട് ഉത്സാഹിപ്പിക്കാനും ആ രീതിയിൽ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാനും നമുക്ക് പറ്റുള്ളൂ. അപ്പം നമ്മൾ നല്ലൊരു മാതൃക അങ്ങനെ നമുക്ക് സെറ്റ് ചെയ്യണം. അതിനിടയ്ക്ക് ഒരു കാര്യം ഓർപ്പിക്കട്ടെ, ഇതിനകത്ത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം കുടുംബ പ്രാർത്ഥനയാണ്. കുടുംബത്തെപ്പറ്റി പറയുമ്പോൾ കുടുംബ പ്രാർത്ഥനയെ പറ്റി പറഞ്ഞില്ലെങ്കിൽ അത് ശരിയാകത്തില്ല. ശരിക്കും ഒന്ന് എല്ലാവരും അവനവൻ ചിന്തിച്ച് നോക്കി, ഇന്ന് ശരിക്കും കുടുംബ പ്രാർത്ഥന ഉണ്ടോ വീടുകളിൽ? ഉണ്ടെങ്കിൽ സ്തോത്രം, ഇല്ലെങ്കിൽ നമ്മൾ വളരെ ഡേഞ്ചർ സിറ്റുവേഷനിലാണ് ഇരിക്കുന്നത്. വലിയ പാടാണ്. ഞാൻ എൻ്റെ പേഴ്സണൽ അനുഭവത്തിൽ നിന്ന് പറയുകയാണ്, റെഗുലറായിട്ട് കുടുംബ പ്രാർത്ഥന എല്ലാവരും കൂടെ ചേർന്ന് പ്രാർത്ഥിക്കുന്നത് ഇന്ന് അസംഭവ്യം എന്ന് തന്നെ പറയും. കാരണം എന്താ, ഓരോരുത്തരുടെ ജീവിത സാഹചര്യങ്ങൾ വ്യത്യസ്തമാണ്. ഹസ്ബൻഡ് ഒരു സമയത്ത് വരുന്നു, വേറെ കാര്യത്തിലൊന്നും പോയിട്ടല്ലായിരിക്കും, എങ്കിലും വീട്ടിലെത്തണ്ടേ ഒരുമിച്ചിരുന്ന് പ്രാർത്ഥിക്കണമെങ്കിൽ. പിന്നെ കുറേ ഓൺലൈൻ മീറ്റിങ്സ് വന്നുകൊണ്ട് ഇപ്പം മിക്ക ദിവസവും ഓൺലൈൻ മീറ്റിംഗാണ് കുടുംബ പ്രാർത്ഥനയൊക്കെ ചെയ്യേണ്ട സമയത്ത്. അപ്പം ഒരുമിച്ചിരുന്നുള്ള പ്രാർത്ഥന എന്നുള്ളത് നടക്കുന്നില്ല. പിന്നെ കുട്ടികൾക്ക് ട്യൂഷൻ, പല 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 കാര്യങ്ങൾ. അപ്പം ഇതിനിടയ്ക്ക് എങ്ങനെ കുടുംബ പ്രാർത്ഥന മുടങ്ങാതെ നടക്കും? പണ്ടത്തെ തലമുറയിലെ അവരുടെ അറിവിൽ വെച്ച് കുടുംബ പ്രാർത്ഥനയ്ക്ക് പ്രാധാന്യം കൊടുത്ത സഹോദരന്മാരിന്ന് കഴിഞ്ഞ ദിവസം ഡേയ്സി സഹോദരി അത് പറഞ്ഞു, കുടുംബ പ്രാർത്ഥനയുടെ പ്രാധാന്യം പകർന്നു കൊടുത്തു. അത് ഇന്നും ഫോളോ ചെയ്യാൻ പറ്റുന്നുണ്ട്. നമുക്ക് തന്നെ ഇല്ലെങ്കിൽ നമ്മൾ എങ്ങനെ അത് പകർന്നു കൊടുക്കും? അതുകൊണ്ട് ഞാൻ പറയുന്നത്, നമുക്കാണ് അതിൻ്റെ ഉത്തരവാദിത്വം. എങ്ങനെയെങ്കിലും ഒരു സമയം നമ്മൾ കണ്ടെത്തി, മറ്റുള്ളവരെ എല്ലാവർക്കും കൺവീനിയൻ്റ് ആയിട്ടുള്ളൊരു സമയം കണ്ടെത്തി ആ സമയത്ത് കുടുംബ പ്രാർത്ഥന എന്നുള്ളത് അറ്റുപോകാതിരിക്കാൻ നമ്മൾ മുൻകൈ എടുക്കണം. ഫാമിലി വിച്ച് പ്രേസ് ടുഗദർ സ്റ്റേസ് ടുഗദർ എന്നാണ്. ഒന്നിച്ച് പ്രാർത്ഥിക്കുന്ന കുടുംബം ഒന്നിച്ച് നിലനിൽക്കുന്നു. അപ്പം നമ്മൾ ഒന്നിച്ച് പ്രാർത്ഥിക്കണം. പ്രാർത്ഥിക്കുമ്പം കുറേ കാര്യങ്ങൾ ദൈവത്തോട് പറയുന്നത് മാത്രമല്ലല്ലോ പ്രാർത്ഥന. നമ്മളവിടെ വചനം വായിക്കും, വചനത്തിലെ കാര്യങ്ങൾ ഷെയർ ചെയ്യും, കുറേ കാര്യങ്ങൾ ഉദ്ബോധനം, നല്ല ചിന്തകൾ നമ്മുടെ കുടുംബത്തിൽ എല്ലാവർക്കും ഒരുപോലെ കിട്ടും. ഒരു വചനഭാഗം നമ്മൾ വായിക്കുമ്പോഴേ ഒരേ സന്ദേശങ്ങൾ എല്ലാവർക്കും കിട്ടും. ഡിസ്കഷൻ നടത്താം, നമ്മുടെ പ്രയാസങ്ങൾ പറയാം, അത് ഓർത്ത് പ്രാർത്ഥിക്കാം. അപ്പം കുഞ്ഞുങ്ങൾക്കും കൂടുതലായിട്ട് ദൈവത്തിൽ ആശ്രയിക്കും. കുഞ്ഞുങ്ങളൊരു ആവശ്യം പറയും, അവരുടെ വിഷമങ്ങൾ പറയുമ്പോൾ നമുക്കിനി ആ വിഷയം ഓർത്ത് പ്രാർത്ഥിക്കാം എന്ന് പറഞ്ഞ് കുടുംബനാഥനോ നാഥയോ ഒക്കെ പ്രാർത്ഥിക്കുമ്പോൾ കുഞ്ഞുങ്ങൾക്ക് നമ്മൾ പ്രാർത്ഥിക്കുക എന്ന് പറയുന്നതിനേക്കാൾ ഉപരി അവർക്കത് വലിയൊരു ഉത്സാഹമാണ്. അപ്പം കർത്താവിനോട് പ്രാർത്ഥിച്ചാൽ മതി എന്നുള്ളൊരു, അതുപോലെ പ്രാർത്ഥിച്ച കാര്യങ്ങൾ ഓർത്ത് കുടുംബ പ്രാർത്ഥനയിൽ സ്തോത്രം പറയുന്നത് വളരെ വളരെ നല്ലതാണ്. അപ്പം കുഞ്ഞുങ്ങളെ ആ രീതിയിൽ വളർത്താൻ നമ്മൾ പ്രാക്ടീസിലൂടെ കൊണ്ടുവരണം. അപ്പോൾ കുടുംബ പ്രാർത്ഥനയുടെ ഉത്തരവാദിത്വം വളരെ, അത് തന്നെയല്ല കുടുംബ പ്രാർത്ഥന മാത്രമല്ല, സഹോദരിമാർ, കുഞ്ഞുങ്ങളുള്ള സഹോദരിമാർ പ്രത്യേകിച്ചും കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ഉപവസിച്ച് തന്നെ പ്രാർത്ഥിക്കണം. കാരണം ഉപവാസവും പ്രാർത്ഥനയാലും മാത്രമേ ഈ ജാതി വിട്ടുപോകുള്ളൂ എന്ന് പറയുന്നല്ലേ. ഏത് ജാതിയാണ്? അതായത് ഒരു വലിയ ജാതി പുറത്തുനിന്ന് നടപ്പുണ്ട്, ജാതികളുമായിട്ടുള്ള സംസർഗം കുറയാനും ഇടയില്ലാപ്പിണയ്ക്ക് പോകാതിരിക്കാനും പിന്നെ അവരുടെ എല്ലാ ഇൻഫ്ലുവൻസ് നമ്മുടെ കുഞ്ഞുങ്ങളിലേക്ക് വരാതിരിക്കാനും സാത്താൻ ആ രീതിയിൽ അവരെ വീഴിക്കാതിരിക്കാനും നമ്മളെ വീഴിക്കാതിരിക്കാനും എല്ലാം ഉപവസിച്ച് പ്രാർത്ഥിക്കുന്നത് എപ്പോഴും നല്ലതാണ്. ഒരുപാട് സഹോദരിമാർ അങ്ങനെ ചെയ്യുന്നുണ്ട്, അത് തുടരുക. അതുപോലെ ചെയ്യാത്തവർ ഇടയ്ക്കിടയ്ക്ക് ഉപവസിക്കുക, ഓരോരുത്തരെയും ഓർത്ത് ഉപവസിച്ച് പ്രാർത്ഥിക്കുക. നല്ല ഒരുപാട് നന്മയുള്ള കാര്യമാണത്. അപ്പോൾ നമ്മൾ ഭവനത്തിലെ കാര്യങ്ങൾ പ്ലാൻ ചെയ്യണമെന്നായിരുന്നു പറഞ്ഞത്. അത് നമ്മൾ ലോകപരമായ കാര്യങ്ങൾക്ക് മുൻതൂക്കം കൊടുക്കാതെ ആത്മീയ കാഴ്ചപ്പാടിൽ കാര്യങ്ങളെ ശ്രദ്ധിക്കണം. അതായത് നമ്മൾ എങ്ങനെയാണ് റെസ്പോണ്ട് ചെയ്യുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കുഞ്ഞുങ്ങൾ മാർക്ക് മേടിച്ച് ഫസ്റ്റ് റാങ്ക് അല്ലെങ്കിൽ ക്ലാസ്സിൽ ഫസ്റ്റാന്ന് വന്ന് പറയുമ്പോൾ നമ്മുടെ മുഖത്തൊരു വെട്ടം ഉണ്ടാവുമല്ലോ, ഭയങ്കര സന്തോഷം. അത് കുഞ്ഞുങ്ങൾ കാണുന്നു. ഇനി ഞാൻ ഇന്ന് അമ്മ ഇന്ന ആൾക്ക് ഇന്ന സഹായം ചെയ്തു, അല്ലെങ്കിൽ ഞാൻ ഇന്ന് സുവിശേഷം പറയാൻ ശ്രമിച്ചു എന്ന് പറയുമ്പോൾ നമ്മൾ ആണോ ശരി എന്നാ പറയുന്നെങ്കിൽ കുഞ്ഞിന് എന്താ കിട്ടുന്നത്? അത് വലിയ നിറമുള്ള കാര്യമൊന്നും അല്ല എന്നൊരു ധാരണ വന്നെന്ന് വരും. അതുപോലെ ഭർത്താവിന് നല്ല പ്രൊമോഷൻ, കരിയറിൽ നല്ല ഉയർച്ച കാണുമ്പോൾ നമ്മളങ്ങ് ആഹ്ലാദിക്കുകയാണ്. അതേസമയം ഭർത്താവ് ഒരു ദിവസം വന്നിട്ട് പറയാം, ഞാൻ ഇന്നൊരു മെസ്സേജ് കേട്ടു, ഞാൻ ഇനി മുതൽ ജോലിക്ക് പോകുന്നില്ല, ഞാൻ ഇന്ന് സുവിശേഷ വേലയ്ക്ക് ഇറങ്ങാൻ പോവാമെന്ന് കേട്ടാൽ നമ്മുടെ റെസ്പോൺസ് എന്തായിരിക്കും? അപ്പം നമ്മുടെ പ്ലാന് നമ്മൾ എന്താണോ നമ്മൾ സപ്പോർട്ട് ചെയ്യുന്നുള്ളത് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഒന്നാമതായിട്ട് നമ്മൾ കർത്താവിന് ഒന്നാം സ്ഥാനം കൊടുക്കുക, കുടുംബത്തിന് ഒട്ടും കുറവല്ലാത്ത സ്ഥാനം കൊടുക്കുക. ഇങ്ങനെയൊക്കെ ചെയ്താൽ കുഞ്ഞുങ്ങളെ ദൈവാശ്രയമുള്ളവരായിട്ട് വളർത്തിയാൽ, നല്ല ലക്ഷ്യങ്ങൾ മുൻനിർത്തി നമ്മൾ ഉപവസിച്ച് പ്രാർത്ഥിച്ചാൽ, ആ സദൃശവാക്യത്തിലെ സഹോദരി ചെയ്തതുപോലെ ഭാവി കാലം ഓർത്ത് നമുക്ക് പുഞ്ചിരിക്കാൻ കഴിയും. അല്ലെങ്കിൽ നമ്മുടെ മുഖം എപ്പോഴും വലിഞ്ഞു മുറുകി പ്രയാസപ്പെട്ടുകൊണ്ടിരിക്കും. ഓക്കെ, പിന്നെ എനിക്ക് 2 കാര്യം കൂടെ പറയാനുണ്ട്. ഒരു 5 മിനിറ്റ് കൂടെ ചിലപ്പോൾ നീളും. ഒരു വെറുതെ പെട്ടെന്ന് പറഞ്ഞു പോകാം. അടുത്തത് നമ്മൾ 17-ാമത്തെ വാക്യത്തിൽ 22-ാമത്തെ വാക്യത്തിലും കാണുന്നത്, അവൾ ബലം കൊണ്ട് അരമുറുക്കുകയും ഭുജങ്ങളെ ശക്തീകരിക്കുകയും ചെയ്യുന്നു എന്ന് കാണുന്നു.
22 അവൾ തനിക്ക് പരവതാനി ഉണ്ടാക്കുന്നു, ശണപടവും ധൂമർ വസ്ത്രവും അവളുടെ ഉടുപ്പ്. ഇതിന് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്, വീട് പണി തുടരണമെങ്കിൽ സ്വന്തം കാര്യവും കൂടെ അല്പമൊക്കെ നോക്കണം, ഭൗതികമായിട്ട് നോക്കണം. നമ്മുടെ ആരോഗ്യം നമ്മൾ നോക്കണം. നമ്മുടെ ആരോഗ്യം നോക്കുന്നത് ഇപ്പോൾ ഇഷ്ടംപോലെ ഹെൽത്തിനെ പറ്റി അവയർനെസ് ഉണ്ട്, അതെല്ലാം നോക്കണം. ശരിയായ ആഹാരം സമയത്ത് കഴിക്കുക, ശരിയായി ഉറങ്ങുക, ആവശ്യത്തിന് ഉറക്കം വേണം, വ്യായാമം വേണം. നമുക്ക് ഹെൽത്ത് ഉണ്ടെങ്കിലേ നമുക്ക് മറ്റുള്ളവരെ സഹായിക്കാൻ ഈ ഉത്തരവാദിത്തങ്ങളൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. മിക്കവാറും സ്ത്രീകൾ അവഗണിക്കുന്നതാണ് അവനവൻ്റെ ആരോഗ്യം. അതുപോലെ സമയങ്ങളിൽ കൺസൾട്ടേഷൻ നടത്തുക, പറയുന്ന മരുന്നുകൾ കഴിക്കുക, ഇതൊക്കെ തീർച്ചയായിട്ടും സ്ത്രീകൾ ചെയ്യണം. നമ്മൾ മറ്റുള്ളവർക്കൊരു ബാധ്യതയായി തീരാതിരിക്കാനും അതുമൂലം സാധിക്കും. അപ്പം അതുപോലെ ബലം ധരിക്കുക, ഭുജങ്ങളെ ശക്തിപ്പെടുത്തുക എന്ന് പറയുന്നതിന് ആത്മീയമായിട്ടൊരർത്ഥം തീർച്ചയായിട്ടും ഉണ്ട്. കാരണം സദൃശവാക്യം 30 അവസാനം ഇങ്ങനെ കൺക്ലൂഡ് ചെയ്യുന്നുണ്ടല്ലോ, ലാവണ്യം വ്യാജവും സൗന്ദര്യം വ്യർത്ഥവുമാകുന്നു, യഹോവ ഭക്തിയുള്ള സ്ത്രീയോ പ്രശംസിക്കപ്പെടും. അപ്പോൾ എക്സ്റ്റേണൽ കാര്യങ്ങളല്ല, അതിൽ കൂടുതലായിട്ട് യഹോവ ഭക്തിയിൽ വളരുക. അതിനെപ്പറ്റി കൂടുതലായിട്ട് നമ്മൾ ഇന്നലെ എല്ലാം കേട്ടു, എങ്ങനെയൊക്കെ വളരാം, നല്ല പാത്രം എങ്ങനെയാകാം, നന്നായിട്ട് എങ്ങനെ വിതയ്ക്കാം, ഇതൊക്കെ കേട്ടുകൊണ്ട് ഞാൻ അതിലേക്ക് ഇനി പോകുന്നില്ല. ഭാര്യമാർ ഭർത്താക്കന്മാർക്ക് കീഴടങ്ങിയിരിക്കേണ്ട ഉപദേശമൊക്കെ അതിനകത്ത് വരുന്നുണ്ട്. അതെല്ലാം നമ്മുടെ ആത്മീയ തലങ്ങളാണ്. നല്ല മൂല്യങ്ങളെ വളർത്തുന്നതിനെ പറ്റി ഇവിടെ പറയുന്നുണ്ട്. ദരിദ്രന്മാർക്ക് അവർ കൊടുക്കുന്ന കാര്യങ്ങൾ, അതിഥി സൽക്കാരം, ഇതൊക്കെ ഇതിനകത്തുണ്ട്. ഞാൻ അതെല്ലാം അങ്ങ് വിടുകയാണേ. പിന്നെ വിവേകത്തോടെ പെരുമാറുന്നത് ഞാൻ ഒരു സെൻറ്റൻസിൽ മാത്രം പറയാം. വിവേകത്തോടെ പെരുമാറുന്നതിന് വളരെ ഒരു ഉത്തമമായ ഉദാഹരണമാണ് 1 ശമൂവേൽ 5:25 നമ്മൾ കാണുന്ന ആ കുടുംബം, നാബാലും അബിഗയിലും. ആ അബിഗയിൽ ചെയ്ത പ്രവൃത്തി അല്ലേ, അവൾ വളരെ വിവേകത്തോടെ പെരുമാറിയെന്നാണ് കാണുന്നത്. ഭർത്താവ് മദ്യപാനിയായിരുന്നു, എന്തൊക്കെയാണ്, ഭർത്താവ് വളരെ ക്രൂരനായിരുന്നു അല്ലേ, അവന് ഭോഷനായിരുന്നു എന്നാണ് നാബാൽ എന്നുള്ള വേർഡിൻ്റെ അർത്ഥം തന്നെ അങ്ങനെയല്ലേ. പക്ഷേ അവൾ ആ കുടുംബത്തെ രക്ഷിക്കാൻ വേണ്ടി പെട്ടെന്ന് തന്നെ റിയാക്ട് ചെയ്തു എന്നുള്ളതാണ്. നിങ്ങൾക്ക് അതേ അറിയാവുന്നതുകൊണ്ട് അതൊന്നും പറയണ്ടല്ലോ. ദാവീദ് അവരെ നശിപ്പിക്കാൻ വരുന്നു എന്ന് കേട്ടപ്പോൾ അവൾ ഉടനെ തന്നെ അവളൊരു വലിയ വർക്ക് അവിടെ ചെയ്തോണ്ട് 200 അപ്പം 2 തുരുത്തി വീഞ്ഞ് പാകം ചെയ്ത് 5 ആട്, ഇതൊക്കെ നമുക്ക് ചിന്തിക്കാൻ പോലും പറ്റില്ല. ഇതൊക്കെ നിമിഷ നേരങ്ങൾ ഉണ്ടാക്കി ഓടിപ്പോയി അദ്ദേഹത്തിൻ്റെ അടുക്ക കാൽക്കൽ വീണ് തൻ്റെ ഭർത്താവിൻ്റെ കുറ്റങ്ങൾ ഏറ്റുപറഞ്ഞ് ഞങ്ങളെ നശിപ്പിക്കരുത് എന്നൊക്കെ പറഞ്ഞ് താഴ്മ കാണിക്കുന്നു, വിനയം കാണിച്ച് അപേക്ഷിക്കുന്നു. പിന്നെ ദാവീദിനെ ഉത്ബോധിപ്പിക്കുകയും കൂടെ ചെയ്യുന്നുണ്ട്, നീ രാജാവാവേണ്ടവനാണ്, നീ ഇങ്ങനെ തെറ്റുകൾ ചെയ്യരുന്നു. ഇതെല്ലാം ഒത്തിരി കാര്യങ്ങൾ. അതേസമയം അവളുടെ ഭർത്താവിനോട് പറഞ്ഞില്ല. എപ്പോൾ പറഞ്ഞില്ല? മദ്യപിച്ച് ലക്ക് കെട്ടപ്പം പറഞ്ഞില്ല. അതേസമയം ഈ ബാല്യക്കാർ പറഞ്ഞ ഉടനെ അവൾ ഓടിപ്പോയി, നിങ്ങൾ കേട്ടോ ഇതാ ഇയാൾ വരുന്നു എന്നൊക്കെ പറഞ്ഞാൽ എന്ത് ചെയ്താൽ നാബാൽ ഉടനെ ചാടി പുറപ്പെട്ടു. അന്നേരം തന്നെ നാബാലും ആ വീട്ടിലെ ആൺപ്രജകളൊക്കെയും നശിച്ചു പോയേനെ. പക്ഷെ അവൾ ആ സമയത്ത് ഭർത്താവിനോട് പറഞ്ഞില്ല, ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ ചെയ്തു. പിറ്റേ ദിവസം ലഹരിയൊക്കെ വിട്ട ശേഷം ഭർത്താവിനോട് പറഞ്ഞു. ബാക്കി കാര്യം ദൈവത്തിൻ്റെ കയ്യിലിരിക്കുന്ന കാര്യമാണെങ്കിലും ആ സമയത്ത് അവൾ വളരെ വിവേകത്തോടെ പെരുമാറിയെന്ന് കാണാം. നമുക്കും വിവേകം വളരെ വേണം. പ്രശ്നങ്ങളുണ്ടാകാം, ഏതൊരു കുടുംബത്തിലും പ്രശ്നങ്ങളുണ്ടാകാം, പ്രതിസന്ധികൾ വരാം. എരുതിയിൽ എണ്ണ ഒഴിക്കുന്നവരാകാതെ വിവേകത്തോടെ സമാധാനത്തിനുള്ള സ്റ്റെപ്സ് എടുക്കാൻ നമ്മൾ മുൻകൈ എടുക്കണം. ഇനി ഒരു 2 മിനിറ്റ് കൊണ്ട് നമ്മളിപ്പോൾ കുറേ ഉത്തമയായ സ്ത്രീയെ പറ്റിയാണ് കേട്ടതല്ലേ. പക്ഷേ ബൈബിളിൽ കുറേ അധികം സ്ത്രീകൾ, അത് ദൈവവേലയിൽ ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ട സ്ത്രീകൾ, അവരവരുടെ ഭവനം പണിതപ്പോൾ അവർക്കുണ്ടായ പാളിച്ചകൾ ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോകാം. വളരെ സ്പീഡിൽ പോകാം. നമുക്കറിയാവുന്ന കാര്യങ്ങൾ ഞാനങ്ങ് നിങ്ങളുടെ ഓർമ്മയിലേക്ക് കൊണ്ടുവരുന്നത് മാത്രമേ ഉള്ളൂ. നമുക്ക് എപ്പോഴും തുടങ്ങാനുള്ളത് നമ്മുടെ ഹൗവ അമ്മച്ചിയെ തന്നെയാണ്. ഹൗവ ദൈവം വളരെ പ്രതീക്ഷയോടെ സൃഷ്ടിച്ചു, കുടുംബത്തിലാക്കി. ആദ്യം തന്നെ അവളാണ് കൽപ്പന ലംഘിച്ചത് അല്ലേ. ദൈവകൽപ്പന ലംഘിച്ചു, ഭർത്താവിനെയും പ്രേരിപ്പിച്ചു ദൈവകൽപ്പന ലംഘിക്കാൻ. ഓക്കെ, അപ്പോൾ ഇത് ഞാനിങ്ങനെ പറയുമ്പം നമുക്ക് തെറ്റിപ്പോകാൻ ഇടയുള്ള മേഖലകളായിട്ട് വേണം നമ്മൾ ചിന്തിക്കാൻ. നമുക്കും തെറ്റിപ്പോകാം. കാരണം ഞാനീ പറയുന്ന ഒരാളും നമ്മളെക്കാളും താഴെയുള്ളവരല്ല, വളരെ ഉയർന്ന നിലവാരത്തിൽ ആത്മീയ ഗോളത്തിൽ നിൽക്കുന്ന ആൾക്കാരെ പറ്റിയാണ് ഞാൻ പറയുന്നത്. പക്ഷെ അവർക്ക് വന്ന തെറ്റുകളാണ്. അപ്പം അതിൻ്റെ ഫലം നമുക്കറിയാം, മനുഷ്യകുലത്തിലേക്ക് ശാപം കടന്നു വന്നു. ഹവ്വയുടെ തെറ്റുകൊണ്ട് സ്വന്തം മകൻ വരെ കൊലപാതകനായിട്ട് തീർന്നു. അടുത്തയാൾ സാറ. ദൈവിക വാഗ്ദത്തത്തിന് വേണ്ടി കാത്തിരിക്കാതെ സ്വബുദ്ധിയിൽ ഹാഗാറിനെ സ്വീകരിക്കാൻ അബ്രഹാമിനെ പ്രേരിപ്പിച്ചു. ശരിക്കും അവിടെ സാറയാണ് കുറ്റക്കാരി അല്ലേ. ഫലം എന്താ? പിന്നെ കുടുംബ വഴക്കായി 2 ജാതികൾ അവിടെ രൂപപ്പെട്ടു. ഇന്നും അതിൻ്റെ ഫലം ലോകം അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇന്നത്തെ പലസ്തീൻ ഇസ്രായേൽ യുദ്ധമൊക്കെ അതിൻ്റെ ബാക്കിയാണ്. അന്നത്തെ സാറായുടെ ആ പ്രേരണയുടെ ബാക്കിയാണ്. അടുത്തത് ലോത്തിൻ്റെ ഭാര്യ. ദ്രവ്യാഗ്രഹം, ലോകസുഖങ്ങളോടുള്ള പ്രതിപത്തി കാരണമല്ലേ അവൾ തിരിഞ്ഞു നോക്കിയത് അല്ലേ. അവൾ തിരിഞ്ഞു നോക്കിയതിന് അവൾ ഉപ്പുതൂണായിപ്പോയി എന്ന് മാത്രമല്ല, അവളുടെ കുടുംബം അവളങ്ങ് ഇല്ലാതെയായിപ്പോയി. ആ കുടുംബത്തിലെ കുടുംബനാഥി അങ്ങ് ഇല്ലാതെയായിപ്പോയി. പിന്നെ അപ്പനും പെമ്മക്കളും മാത്രമായി. ആ പെമ്മക്കൾ ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്ത ഏറ്റവും വലിയ വഷളത്തരം ചെയ്യാനിടയിൽ. നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കി, ആ അമ്മ തിരിഞ്ഞു നോക്കിയില്ലായിരുന്നെങ്കിൽ, അവരുടെ കൂടെ ഓടിപ്പോയിരുന്നെങ്കിൽ, അങ്ങനെ ഒരു തെറ്റ് ആ പെമ്മക്കൾ ചെയ്യുമായിരുന്നോ? ആ അമ്മ അതിന് സമ്മതിക്കുമായിരുന്നോ? ഇല്ല അല്ലേ. അപ്പം
ലോകസുഖങ്ങൾ നോക്കി ദ്രവ്യാഗ്രഹം നോക്കി പോയാൽ ഇങ്ങനെ നമ്മൾ സ്വയം ഇല്ലാതെയാകും, നമ്മുടെ കുഞ്ഞുങ്ങളൊക്കെ വഴിപിഴച്ച് പോകാനുള്ള കാര്യം ഉണ്ടായെന്ന് വരാം. അസന്മാർഗികമായിട്ട് നടക്കുന്ന 2 കുലങ്ങളാണ് അതുപോലെ ഉണ്ടായത്. അടുത്തത് വളരെ ഫേമസ് ആയിരിക്കുന്ന റെബേക്കയാണ്. ഇസ്ഹാക്കിൻ്റെ വൈഫ് മക്കളുടെ ഇടയിൽ പക്ഷപാതം കാണിച്ചു അല്ലേ, മകനെ വ്യാജം ചെയ്യാൻ പ്രേരിപ്പിച്ചു, അതിന് കൂട്ടുനിന്നു. എന്തു പറ്റി? കുടുംബം ശിഥിലമായി. മക്കൾ തമ്മിൽ അല്ലേ, ട്വിൻസ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം എന്ത് സ്നേഹമായിരിക്കും തമ്മിലല്ലേ അവർ തമ്മിൽ, പക്ഷെ അവർ തമ്മിൽ ശത്രുക്കളായിട്ട് മാറി. യാക്കോബിനെ ഓടിച്ചു വിടേണ്ട വന്നു വീട്ടിൽ നിന്ന് രക്ഷപ്പെടാൻ. ആ യാക്കോബിനെ പിന്നെ റെബേക്കയ്ക്ക് കാണാൻ പറ്റിയോ? നിങ്ങളെന്ത് ചിന്തിക്കുന്നത്? ആ റിബേക്ക സ്വന്തം അത്രയും സ്നേഹിച്ച മകനെ, പക്ഷപാതത്തോടെ സ്നേഹിച്ച മകനെ കാണാൻ പോലും ദൈവം പിന്നെ അനുവദിച്ചില്ല. വളരെ നമുക്ക് മക്കളെ കാണാതെ നമ്മൾ മരിക്കേണ്ട വരിക എന്നൊക്കെ പറഞ്ഞാൽ ആഗ്രഹിച്ചായിരിക്കുമല്ലേ മരിച്ചത്. ആ ഒരു അവസ്ഥയിലേക്ക് അവൾ തള്ളപ്പെട്ടു. മീഖൾ രാജ്ഞിയായിരുന്നു, പക്ഷേ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ കേട്ടു, ദൈവത്തിൻ്റെ മുന്നിൽ സന്തോഷത്തോടെ നൃത്തം ചെയ്ത രാജാവിനെ കണ്ടപ്പോൾ, ദാവീദിനെ കണ്ടപ്പോൾ അവൾ ഹൃദയത്തിൽ നിന്ദിച്ചു എന്നാണ് പറഞ്ഞത്. എന്നിട്ട് അദ്ദേഹത്തോട് പറയുകയും ചെയ്തു. അപ്പോൾ ആ നിന്ന ഭർത്താവിനെ മാത്രമല്ല അവൾ നിന്ദിച്ചത്, ഭർത്താവ് സ്തുതിച്ച ദൈവത്തെ കൂടിയാണ് അവൾ നിന്ദിച്ചത്. അപ്പം ഭർത്താവിനെ നിന്ദിക്കുന്നതും ദൈവത്തെ നിന്ദിക്കുന്നതും എല്ലാം തെറ്റിപ്പോകാനുള്ള മേഖലകളാണ്. അവൾക്കെന്താ പറ്റിയ? രാജ്ഞിസ്ഥാനം നഷ്ടപ്പെട്ടു. പിന്നെ ഒരുപാട് ഭാര്യമാരാണ് അദ്ദേഹത്തിന് ഉണ്ടായത്. ഇദ്ദേഹത്തെ പിന്നെ രാജ്ഞിയായിട്ട് നമ്മൾ കാണുന്നില്ല, വേറെ വഴി കൂടെ പോയി. തൻ്റെ ലോക കുഞ്ഞുങ്ങളും ഉണ്ടായില്ല. ദൈവം അത് ശിക്ഷയായിട്ട് തന്നെ കൊടുത്തു. പിന്നെ അവസാനം ഒരാളെയും കൂടെ പറഞ്ഞു നിർത്താം, സഫീറ അല്ലേ, അനനിയാസിനോടൊപ്പം വ്യാജം പ്രവർത്തിച്ചു. അനനിയാസ് അങ്ങ് തീരുമാനം എടുത്തപ്പോൾ അതിൽ പിന്തിരിപ്പിക്കേണ്ട ഒരു ഉത്തരവാദിത്വം സഫീറയ്ക്ക് ഉണ്ടായിരുന്നു. അതിൻ്റെ ഫലമായിട്ട് ചെയ്തില്ല. 2 പേരും മരണപ്പെട്ടു. അവരുടെ കുടുംബമേ അങ്ങനെ ഇല്ലാതെയായി. അപ്പോൾ ഇവരെ പറ്റിയൊക്കെ നമ്മൾ ഓർക്കുമ്പോൾ ഇതൊക്കെ നമുക്ക് ബുദ്ധിയുപദേശമാണ്. നമുക്ക് ശ്രദ്ധയോടെ ജീവിക്കേണ്ട ആവശ്യമുണ്ട്. നമ്മളും തെറ്റിപ്പോകാനുള്ള എല്ലാ സാധ്യതകളും ഉണ്ട്. ഓക്കെ, നമ്മൾ ആരും പെർഫെക്റ്റ് അല്ല എന്നുള്ളത് നമുക്ക് ഓർക്കാം. അപ്പോൾ ഇങ്ങനെ ഗോർഡൻ ബി ഹിംഗ്ലി എന്ന് പറയുന്ന ഒരു ലീഡർ പറഞ്ഞു, സ്പിരിച്വൽ ലീഡറാണ്. അദ്ദേഹം പറഞ്ഞു, വിമൻ ഹൂ മേക്സ് എ ഹോം മേക്ക് എ ഫാർ ഗ്രേറ്റർ കോൺട്രിബ്യൂഷൻ ടു സൊസൈറ്റി ദാൻ ദോസ് ഹു കമാൻഡ് ലാർജ് ആർമീസ് ഓർ സ്റ്റാൻഡ് അറ്റ് ദ ഹെഡ് ഓഫ് ഇംപ്രസീവ് കോർപ്പറേഷൻസ് എന്ന് പറഞ്ഞാൽ, കുടുംബം പണിയുന്ന സ്ത്രീ ഒരു പട്ടാള മേധാവിയേക്കാൾ, വളരെ നല്ല നിലയിൽ നടത്തിക്കൊണ്ട് പോകുന്ന ഒരു ബിസിനസ് സ്ഥാപനത്തിൻ്റെ മേധാവിയേക്കാൾ വലിയ സംഭാവനയാണ് സമൂഹത്തിന് നൽകുന്നത്. കാരണം വ്യക്തികളാണ് കുടുംബമായിട്ട് തീരുന്നത്, കുടുംബമാണ് സമൂഹമായിട്ട് തീരുന്നത്. അത് ലോകത്തിൻ്റെ വീക്ഷണമാണെങ്കിൽ നമ്മളിലേക്ക് വരുമ്പോൾ നമുക്കും അത് തന്നെയാണ് പറയാനുള്ളത്. കർത്താവ് സ്ഥാപിച്ച കുടുംബം ഇന്ന് നമ്മളെ ഓരോരുത്തരെ ഏൽപ്പിച്ചുവെങ്കിൽ നമുക്കത് ഏറ്റവും ശ്രദ്ധയോടെ പണിയേണ്ട ആവശ്യമുണ്ട്. ഇങ്ങനെ ഇതെല്ലാം പഠിച്ചപ്പോൾ എനിക്ക് മനസ്സിലായ കാര്യം എന്ന് വെച്ചാൽ, ഇതിലൊക്കെ വളരെ കുറവ് എനിക്കുണ്ടെന്നാണ് ഞാനിത് പഠിച്ചപ്പോൾ എനിക്ക് മനസ്സിലായത്. നിങ്ങൾക്കും പല രീതിയിലുള്ള ചിന്തകൾ വന്നിട്ടുണ്ടാവാം. അപ്പോൾ നമുക്ക് ഇത് പറ്റുമോ, ദൈവം ആഗ്രഹിക്കുന്ന ആ ഒരു ലെവലിൽ നമ്മൾക്ക് കുടുംബം പണിതുകൊണ്ടിരിക്കാൻ പറ്റുമോ എന്ന് തോന്നുന്ന ആർക്കെങ്കിലും തോന്നുന്നുണ്ടെങ്കിൽ, യാക്കോബ് അപ്പോസ്തലൻ പറഞ്ഞ കാര്യം തന്നെ പറയാനുള്ളൂ. ജ്ഞാനം 1:5 പറയുന്നില്ലേ, ജ്ഞാനം കുറവുള്ളവൻ ഔദാര്യമായി നൽകുന്ന ദൈവത്തോട് ചോദിച്ചിട്ട് ദൈവം തരുമെന്നാണ്. അപ്പം നമുക്ക് ജ്ഞാനം കുറവാണെന്ന് നമുക്ക് ആദ്യം സമ്മതിക്കാം കർത്താവിൻ്റെ സന്നിധിയിൽ. കാരണം ഇത് ഇന്നുകൊണ്ട് തീരുന്ന പണിയല്ലല്ലോ. നമ്മൾ മരിക്കുന്ന നിമിഷം വരെയും നമ്മൾ ഈ കുടുംബത്തിൻ്റെ പണിയിൽ തന്നെയാണ്, ഓരോരോ റോളിൽ. ഇന്ന് ഭാര്യയാണെങ്കിൽ, അമ്മയാണെങ്കിൽ, അമ്മൂമ്മയായിട്ടും ഒക്കെ നമ്മൾ മരിക്കുന്നിടം വരെ നമ്മൾ കുടുംബത്തിലാണല്ലേ. അപ്പോൾ നമുക്കിത് കണ്ടിന്യൂ ചെയ്യേണ്ട ഒരു വർക്കാണ്. നമുക്ക് ജ്ഞാനം ആവശ്യമുണ്ട്. ജ്ഞാനമുള്ളവൾ തൻ്റെ ഭവനത്തെ പണിയുന്നു, ഭോഷത്വമുള്ളവളോ അത് പൊളിച്ചു കളയും. നമുക്ക് ആർക്കും പൊളിയിൽ പ്രവൃത്തിയിൽ ഒരു പങ്കും ഉണ്ടാവാതിരിക്കട്ടെ. ജ്ഞാനത്തോടെ നമ്മുടെ കുടുംബങ്ങളെ പണിയുവാൻ ദൈവം നമ്മളെ ഓരോരുത്തരെയും സഹായിക്കട്ടെ.